ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. നല്ലൊരു പ്രഭാതത്തിൽ മോർണിംഗ് വൈബ്സ് എന്ന് ചേരുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഒരു അതിഥിയുണ്ട്. അതിഥിയുടെ വീടിന് മുന്നിലാണുള്ളത്. ഞാൻ അതിഥിയെ പെട്ടെന്ന് തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യും. എന്തിനാണ് വെറുതെ വൈകിപ്പിക്കുന്നത്? ഇതാ അവിടെ ഉണ്ട്. ഇവിടെ സ്വന്തം കുട്ടി അഖിലാണ്. കുട്ടി അഖിൽ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട സാഹചര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. ഒരുപാട് കോമഡി വേദികളിൽ, പിന്നീട് ബിഗ് ബോസിന്റെ വേദിയിൽ, ഇപ്പോഴത്തെ സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന സ്റ്റാർ, സിനിമ സ്റ്റാർ ആണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? ഈ എതിരാവിലെ എണീക്കുന്ന സ്വഭാവമൊക്കെ ഉള്ളൂ? ശീലം വളരെ കുറവായിരുന്നു, ഇടയ്ക്ക് ശീലമായതാണ്. ഇപ്പൊ വീണ്ടും നിങ്ങൾ ഞങ്ങൾ രാവിലെ വിളിച്ചിരിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോ എന്താണ് അവസ്ഥ? ഈ പുതിയ സിനിമയും ചലച്ചിത്ര താരത്തിന്റെ ഈ പരിവേഷവും ഒക്കെ ആയിട്ട് നാട്ടില് പരിവേഷം എന്നില്ല, ഇതൊക്കെ തന്നെയാണ്. അല്ല, സിനിമ ഇപ്പൊ March 1 ആനന്ദപുരം ഡയറീസ് എന്ന സിനിമ റിലീസ് ആവാൻ പോകുന്നുണ്ട്. നമ്മുടെ മീന ചേച്ചി, തമിഴിൽ നിന്ന് ശ്രീകാന്തേട്ടൻ, കുറെ ആർട്ടിസ്റ്റുകളുള്ള പടം. ജാഫ്രിക്ക ഉണ്ട്. നല്ലൊരു ക്രൂ ആണെന്ന് തോന്നുന്നല്ലേ? വയനാട്ടിലായിരുന്നു ഷൂട്ട്. ലൊക്കേഷനൊക്കെ അതിന്റെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടു. ഭയങ്കര പൊളിച്ച് ആസ്വദിച്ച് നിങ്ങൾ ചെയ്ത പോലെ. ആ ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. ഞാനൊന്നും ഒരുപാട് സിനിമ ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മള് ഈ ലൊക്കേഷൻ കണ്ടും അങ്ങനത്തെ വീഡിയോസിലും പരിപാടി മാത്രമേ നമ്മൾ ഈ ലൊക്കേഷൻ വൈബ് കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള പരിപാടിയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഭയങ്കര സന്തോഷമായിരുന്നു. ലൊക്കേഷനും എല്ലാവരും കുറെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുള്ള ലൊക്കേഷനായിരുന്നു. ഈ ലൊക്കേഷൻ കാര്യം പറഞ്ഞപ്പോഴാ, ഈ അഖിലിന്റെ വീട് ഇരിക്കുന്ന സ്ഥലവും ഗംഭീര ലൊക്കേഷൻ ആട്ടോ. അതായത് ഇത് അഖിലിന്റെ പുതിയ വീടാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അഖിലകം എന്നാണ് അഖിലിന്റെ പേര്. എന്ത് അഖിലകം സ്വന്തമായിട്ട് പേരാണോ? അല്ലല്ല, ഞാൻ ആദ്യമായിട്ട് വീട് വെക്കാൻ പ്ലാൻ ചെയ്ത സമയത്ത് നമ്മുടെ ഒരു ചേട്ടൻ, പുള്ളി മരിച്ചുപോയി. അപ്പോ പുള്ളി ഡിസൈനറായിരുന്നു, ആർക്കിടെക്ട് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആദ്യം ഒരു വീഡിയോ വയ്ക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കൊരു പ്ലാൻ വരച്ചു തന്നിട്ട്, അപ്പം ഇവർ പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തായാലും ഒരു പേര് ഇടണമല്ലോ. അന്ന് പുള്ളി വെറുതെ എനിക്ക് ഇട്ടുതന്നൊരു പേരായിരുന്നു. അന്ന് ആ പ്ലാൻ വരച്ചെങ്കിൽ ആ പ്ലാനിൽ എനിക്ക് വീട് വയ്ക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പുള്ളി മരിച്ചുപോയി ഒരു ആക്സിഡന്റില്. അപ്പൊ ഞാൻ വീട് വച്ച് കംപ്ലീറ്റ് ആയപ്പോ ഒരു പേര് ഇടണമല്ലോ. അപ്പൊ എനിക്ക് അത് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ആ പേര് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്, ഈ കാണാലോ നല്ലൊരു രസമുള്ളൊരു ഗ്രീനറിയാണ്. ഈ റബ്ബർ തോട്ടമൊക്കെ തന്നെ, എങ്കിൽ പോലും രാവിലെ ഈ പ്രഭാതം ഭയങ്കര ഭംഗിയാണ്. ഇനി മുന്നിൽ തന്നെ നല്ലൊരു അമ്പലക്കുളം. അത് പൂർണ്ണമായിട്ടും വൃത്തിയായിട്ടും തന്നെ ഇരിക്കുന്നത്. പക്ഷേ അവിടെ ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട്. അഖിലെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട് ഇവിടെ അല്ലെ? രാവിലെ ഒരുപാട് ഉണ്ട്. ഇപ്പൊ വന്നു തുടങ്ങേണ്ട സമയം. ഇപ്പൊ വെയിലായതുകൊണ്ട് കുറവാണ്. പക്ഷെ എങ്കിലും സംഭവം രാവിലെ കുറെ കിളികൾ, പേരറിഞ്ഞൂടാത്ത കുറെ കിളികളൊക്കെ വരും. അവിടെ ഒരു അമ്പൽക്കുളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ലൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ശാന്തമായിട്ടുള്ള കണ്ടെത്തിയതാണോ സ്ഥലം? കണ്ടെത്തി. എനിക്ക് ഇങ്ങനത്തെ സ്ഥലമാണ് ഇഷ്ടം. ജനിച്ചത്, കുഞ്ഞിലെ വളർന്നത് നമ്മുടെ ആദ്യത്തെ വീടൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തായിരുന്നു. അപ്പൊ ആ വൈബാണ് ഇഷ്ടം. പിന്നെ ഈ റോഡ് സൈഡ് ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. വണ്ടി തിരക്ക്, ബഹളം. ഇത് റോട്ടിൽ നിന്ന് വലിയ ദൂരമല്ല. അതായത് നമ്മുടെ നെടുമങ്ങാട് അടുത്ത് മുണ്ടേല എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുണ്ടേലയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ. മുണ്ടേല ജംഗ്ഷൻ. അവിടുന്ന് ഒരു 200 മീറ്റർ ഇങ്ങനെ വരും. കാറ് വരുമ്പോ കറങ്ങി തരണം. ഇപ്പൊ എന്നാലും റോഡാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് ടൗണൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ തന്നെ നല്ല രസമുള്ള ഒരു സ്ഥലത്ത് വീടൊക്കെ സെറ്റ് ചെയ്ത് അച്ഛനങ്ങ് സെറ്റായി. ഈ ലൈവ് പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടോ? മീൻസ് ഇതുപോലെ ന്യൂസ് ചാനലില്? ന്യൂസിൽ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലേ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള റെക്കോർഡറാണല്ലോ. അപ്പൊ എന്തും പറയാം. പിന്നെ മറ്റത് ഇടണ്ടേ, അത് ഇടണേ, അല്ലെ ഇത് ഇടല്ലേ എന്ന് പറയാം. അതുകൊണ്ട് എനിക്ക് ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയുമെന്നൊരു ടെൻഷൻ. ആ ടെൻഷൻ പറ്റില്ല, മാറ്റി. അപ്പൊ എന്താണെങ്കിലും അഖിൽ, നമുക്ക് ഈ വാർത്തയും വർത്തമാനവും ഒക്കെ ആയിട്ടാണ് നമ്മൾ മോർണിംഗ് വൈബ്സ് പോകുന്നത്. ഇപ്പൊ അഖിൽ തന്നെ കുറെ പ്രാവശ്യം വൈബ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം. രാവിലെ വൈബിലാണല്ലോ എന്ന്. നമ്മൾ പരിപാടി മോർണിംഗ് വൈബ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് വാർത്തയിലേക്ക് പോകണം. ഒരു അതിവേഗത്തിൽ വാർത്തയുമായി ഇപ്പോൾ ഫ്ലോറിൽ നിന്ന് നമ്മുടെ ആങ്കർ ചേരും. അപ്പൊ കാണുന്നില്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട് അവിടെ വാർത്ത ആണല്ലേ? അന്ന് ആര്യയാണ് ആങ്കർ കേട്ടോ. ആര്യ. അപ്പൊ ആര്യക്ക് ഹായ് ഉണ്ട്. അപ്പം ആര്യ, വാർത്തകൾ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. അതിവേഗത്തിൽ ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുകയാണ്. കാട്ടാന ബേലൂർ മഗ്ന വീണ്ടും ജനവാസ മേഖലയിൽ. കൊലയാന കബനിപ്പുഴ കടന്ന് പെരിക്കല്ലൂരിലെത്തി. ആനയെ നാട്ടുകാർ മറുകരയിലേക്ക് തുരത്തി. മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം. ബേലൂർ മഗ്നയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം 10ാം നാൾ. മന്ത്രിമാരുടെ സംഘം വയനാട്ടിൽ സന്ദർശനം. വന്യജീവി ആക്രമണങ്ങളുടെയും തുടർന്നുണ്ടായ
പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. വനമന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ, തദ്ദേശ മന്ത്രി MB രാജേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സർവകക്ഷി യോഗത്തിന് ശേഷം ജനപ്രതിനിധികളുമായി മന്ത്രിമാർ ചർച്ച നടത്തും. വയനാട്ടിൽ പ്രതിഷേധം ശക്തമാക്കാൻ UDF-ന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ 24 മണിക്കൂർ രാപ്പകൽ സമരം നടത്തും. പേട്ടയിൽ കാണാതായ കുട്ടിയെ കണ്ടെത്തിയിട്ടും ദുരൂഹത മാറുന്നില്ല. തട്ടിക്കൊണ്ടുപോകലിൽ അവ്യക്തത. പ്രതികളെ തേടി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പേട്ടയിലെ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി SAT ആശുപത്രിയിലേക്ക് മാറ്റി. തട്ടിക്കൊണ്ടുപോയ സംഭവം വലിയ മാധ്യമ ശ്രദ്ധ നേടിയതോടെ കുട്ടിയെ ഉപേക്ഷിച്ചതാകാമെന്ന് പോലീസ് നിഗമനം. CCTV ദൃശ്യങ്ങളിൽ സൂചനകൾ ഒന്നും ലഭിച്ചില്ലെന്ന് പോലീസ്. കുട്ടിയെ കാണാതായ സ്ഥലത്ത് CCTVകൾ ഇല്ലാത്തത് തിരിച്ചടിയായി. ചാക്ക ഓൾ സെയിൻസ് ഭാഗത്തെ CCTVകൾ പരിശോധിക്കുന്നത് തുടരും. അമിത്ഷായ്ക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് ഉത്തർപ്രദേശ് സുൽത്താൻപുരിയിലെ കോടതിയിൽ. പരിഗണിക്കുന്നത് 2018 കർണാടകയിൽ വെച്ച് അമിത്ഷായെ കൊലക്കേസ് പ്രതിയെന്ന് വിളിച്ചത് അപകീർത്തികരമാണെന്ന് കാണിച്ച് BJP നേതാവ് വിജയ് മിശ്ര നൽകിയ ഹർജി. കോടതിയിൽ ഹാജരാകേണ്ട സാഹചര്യത്തിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര ഉച്ചവരെ നിർത്തിവെക്കും. വന്യജീവി ആക്രമണങ്ങളിൽ മരിച്ചവരുടെ ആശ്രിതരെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ന്യായ് യാത്ര നിർത്തിവെച്ച് രാഹുൽ വയനാട്ടിലും എത്തിയിരുന്നു. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നത് സിംഗിൾ ബെഞ്ച് ജഡ്ജ് രാജ വിജയരാഘവൻ. പ്രതിഷേധങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ എത്താത്ത രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും സർക്കാർ കോടതിയെ അറിയിക്കും. താങ്ക് യു ആര്യ. അതിവേഗത്തിൽ ഈ വാർത്തകൾ ഞങ്ങളിലേക്ക് എത്തിച്ചതിന് എന്താണെങ്കിലും നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുട്ടി അഖിലിന്റെ വീടിന് മുന്നിലാണ് നമ്മളുള്ളത്. കുട്ടി അഖിലിന് ഒപ്പമാണ് നമ്മൾ ഇനിയുള്ള 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പോകാം മോർണിംഗ് വൈബ്സിൽ. അഖില്, ഈ എനിക്കറിയാം സീനിയേഴ്സിന്റെ പേരാണല്ലേ കുട്ടി അഖിൽ. കോളേജിൽ പഠിക്കുമ്പോൾ ഈ ഞങ്ങളുടെ നാട്ടില് എന്റെ വീട് എറണാകുളമാണ്. അവിടെ ഈ പെരുമ്പാവൂർ, കോതമംഗലം, കോലഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ കല്ലെടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 എൽദോമാരുടെ തലയിൽ വീഴും. ഇവിടെ നേരെ അഖിൽ, വിഷ്ണു, പിന്നെ ഇവിടുത്തെ അഖില്, വിഷ്ണു ഒരുപാടുണ്ടാവും. വിഷ്ണു ഉണ്ടാവും, അഖിൽ ഒരുപാടുണ്ടാവും, പിന്നെ ശരത് ഒരുപാടുണ്ടാവും, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുള്ള സ്ഥലം. കോളേജിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ 5 or 6 അഖില് ഒരുമിച്ചുണ്ടായിരുന്നു. അതില് കാണാൻ കുഞ്ഞ് ഞാനായതുകൊണ്ട് സീനിയേഴ്സ് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം കുട്ടി. ഇത് ഫസ്റ്റ് റിയാലിറ്റി ഷോയിലേക്ക് വന്നപ്പോഴും അവിടെ 2 അഖിലുണ്ടായിരുന്നു. ഇപ്പൊ സ്റ്റാർ മാജിക്കിലൊക്കെ ഉള്ള അഖിൽ കവലിവരും ഞാനും. അപ്പോഴും അവര് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. ഇനി മനസ്സിലായി, ഇനി ഞാൻ എന്റെ പേരിന്റെ കൂട്ടത്തിൽ എന്റെ അടുത്തിട്ടാലും എന്നെ ഇങ്ങനെ വിളിക്കൂ, പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ. ഇതിന്റെ പ്രശ്നം എന്താ പറഞ്ഞിട്ടെ, വലുതായി പല്ലൊക്കെ പോയി നരച്ചിരിക്കുമ്പോഴും പിന്നെ കുട്ടി അഖിലെ സന്തോഷമല്ലേ? നല്ല സന്തോഷമായിരിക്കും. പിന്നെ എല്ലാരും ഇപ്പൊ കുറെ അത്രയും ക്ലോസ് ആയ ആൾക്കാരായും കുട്ടി അഖിലേന്ന് വിളിക്കാറില്ല, കുട്ടിന്ന് മാത്രമേ വിളിക്കൂ. അഖിലൊക്കെ അവര് കട്ട് ചെയ്ത് കളഞ്ഞു. അതൊരു രസാ. പേര് മാറി കുട്ടിയായി. കോളേജിൽ ടീച്ചേഴ്സ് തന്നെ കുട്ടിന്ന് വിളിക്കായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് കുട്ടിന്ന് വിളിക്കായിരുന്നു. ഈ കുഞ്ഞികൃഷ്ണൻ, കുട്ടികൃഷ്ണനൊക്കെ പറയുന്നതല്ലേ, ചേർന്ന് പോയി. അപ്പൊ എങ്ങനെ ഈ ഒരു സ്കിറ്റ്, ഇത്തരം ഈ തമാശ സ്റ്റേജ് പ്രോഗ്രാമിലേക്കൊക്കെ എത്തിയത് എങ്ങനെയാണ്? എവിടെ തൊട്ട് ഇങ്ങനെ പെർഫോമൻസ് ചെയ്തു തുടങ്ങിയായിരുന്നു? സ്കൂൾ ടൈം മുതൽ ഈ നാടകമൊക്കെ ചെയ്യും, മിമിക്രി ചെയ്യുമായിരുന്നു സ്കൂളിൽ. കോളേജിലൊക്കെ ഞാൻ കുറച്ചുകൂടി ഇത് സീരിയസ് ആയത് ഒരു കോളേജിൽ ലാസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സമയത്ത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ എനിക്കിത്, അതിനു മുന്നേ ഇത് സീരിയസ് ആയിട്ട് വന്നു. ആ ടൈമിലാണ് എനിക്ക് ട്രൂപ്പിലോട്ടൊക്കെ ഉള്ളൊരു എൻട്രി ആയിരുന്നു. അപ്പൊ ട്രൂപ്പില് നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ ചേഞ്ച് ഉണ്ട്. ഞാനൊക്കെ എനിക്ക് വേണ്ട എന്റെ അവസാന കണ്ണികളായിരിക്കും. ഉത്സവപ്പറമ്പ് ട്രൂപ്പ്, അതിനുശേഷം TV, സിനിമ, അങ്ങനത്തെ ഒരു പ്രോസസ്സാണല്ലോ പണ്ട് മുതലുള്ള. നമ്മുടെ സീനിയേഴ്സ് അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെയും ഞാനൊക്കെ ഉണ്ട്, അതായിരുന്നു റൂട്ട്. ഇപ്പൊ പിന്നെ ഡയറക്റ്റ് ടെലിവിഷൻ, പിന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രായമുള്ള, ഞാൻ പറഞ്ഞത് ഇപ്പൊ പുതിയ പിള്ളേരാണ്, നമ്മുടെ അനിയന്മാരുണ്ട്. അപ്പൊ അന്ന് ആദ്യം ട്രൂപ്പിൽ വരുന്നു, ട്രൂപ്പിൽ
ഒക്കെ പ്രോഗ്രാമൊക്കെ ഉത്സവപ്പുറം പരിപാടിയൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നിട്ട് പിന്നെ ടി വിയിൽ ഒരു എൻട്രി വരും. അങ്ങനെ ടി വിയിലോട്ട് വന്നു. അവിടുന്നാണ് പിന്നെ ബാക്കി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം അതായിരുന്നു റൂട്ട്. ഞാൻ അപ്പൊ ഈ മിമിക്രി ഇമിറ്റേറ്റിംഗ് എന്നുള്ളത് ഉണ്ടായിരുന്നോ വളരെ സീരിയസ് ആയിട്ട് ഈ സ്കൂളിൽ പഠിക്കുമ്പോ യൂത്ത് ഫെസ്റ്റിവൽ വേദിയിലൊക്കെ? ഉണ്ടായിരുന്നു. ഇമിറ്റേറ്റിംഗ് ഉണ്ടായിരുന്നു, മിമിക്രി ഉണ്ടായിരുന്നു, മിമിക്രി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു തരി പോലും ബാക്കിയില്ല. ബാക്കിയില്ലാത്തല്ല. ഞാൻ മിമിക്രി ട്രൂപ്പ് അതിലൊക്കെ വരുന്ന സമയത്ത് ഈ അനുകരണം എന്ന് പറയുന്ന സെഗ്മെന്റിന് വലിയ പ്രാധാന്യം ഇല്ലാത്ത സമയത്താണ് ഞാൻ വന്നത്. സ്കിറ്റിന് ഭയങ്കര പ്രാധാന്യമുള്ള സമയത്തൊക്കെയാണ്, പ്രാധാന്യം ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാനൊക്കെ വരുന്നത്. അന്ന് ഈ മിമിക്രി അനുകരണം പരിപാടി ഒരു സ്റ്റേജിലും ഇല്ല. അതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടേ ഇല്ല. ഇപ്പൊ ഈ ടൈം വരെയും എനിക്കത് പിന്നെ അങ്ങോട്ട് അങ്ങനെ ഒരു സെഗ്മെന്റ് എനിക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല. അപ്പൊ കൂടുതൽ സ്കിറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊന്നത് പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. പിന്നെ അന്ന് ഈ സ്കൂള് കലോത്സവം മിമിക്രി വേറെ ആണല്ലോ. അവിടെ നമ്മള് ഇപ്പൊ സ്കൂളില് മിമിക്രി മത്സരം എന്ന് പറയുമ്പോൾ 4 പേരെ ഉണ്ടാവും. വേറെ ചിലപ്പോ ഒരു 3 പേര് വലിയ ഇതിലോട്ട് വരുമ്പോൾ കുറച്ചെണ്ണം കൂടും. ഈ 3 പേരിൽ ഉള്ളതിൽ ബെറ്റർ നമ്മളായിരിക്കുമല്ലോ. അതെന്ത് അങ്ങനത്തെ പരിപാടി അതായിരുന്നു. അല്ലാതെ ഈ ഇപ്പോഴെല്ലാരും ചെയ്യുന്ന ഇപ്പൊ കോമഡി ഉത്സവത്തിലൊക്കെ പിള്ളേരൊന്നുമില്ല, സീരിയസ് മിമിക്രി അല്ല. അന്നത്തെ കലോത്സവം മിമിക്രി ഇപ്പൊ ചെയ്യാൻ ഒന്നും അറിയത്തില്ല. ഇപ്പം പിന്നെ ഒന്ന് എന്തേലും ചെറുതായിട്ട് അറിയാമെങ്കിലും ചെയ്യൂല. കാര്യം എന്താ അറിയാമോ, ഈ കോമഡി ഉത്സവമൊക്കെ വന്നതിന് ശേഷം ഈ ഇതിന്റെ പെർഫെക്ഷന്റെ അങ്ങേയറ്റം എന്നുള്ള സാധനം ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതാണ് പെർഫെക്റ്റ്. ഞാൻ പറയട്ടെ, ഈ എന്താണേലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യിപ്പിക്കാന്നുള്ളതാണല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ആണോ ശബ്ദം തെളിയിട്ടേന്നാണോ? കൂകി തെളിയാൻ പൊളിയും. രാവിലെ ഉറക്കോടിട്ടിരുന്ന് ടി വി വെച്ചോണ്ടിരിക്കും, മൂട് കളഞ്ഞ് എന്ന് പറയും. ഓക്കെ. അപ്പം മിമിക്രി അങ്ങനെ സ്കൂള് മിമിക്രി ഏത് തലവരെ പോയിട്ടുണ്ട്? സംസ്ഥാന തലം വരെ എത്തിയിട്ടുണ്ടോ? സ്കൂൾ കലോത്സവത്തില് ആണല്ലേ? ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം ഉണ്ട്, പിന്നെ പോളിടെക്നിക് കലോത്സവം ഉണ്ട്. ഇത് രണ്ടിന്റെയും ഗുണമെന്ന് പറയുന്നത് ഈ രണ്ടിടത്തും നമുക്ക് സർട്ടിഫിക്കറ്റ് ഇടുമ്പോൾ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ എനിക്ക് എന്റെ മിമിക്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, സ്റ്റേറ്റിൽ സെക്കൻഡ്. അപ്പൊ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് എന്റെ ഉണ്ട്. ഇതിന്റെ സംഭവം എന്ന് പറയുന്നത് ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ വളരെ കുറവാണ്, കുറച്ച് പിള്ളേരുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ജയിച്ച നേരെ സ്റ്റേറ്റാ. സബ് ജില്ലയില്ല, റവന്യൂ ഇല്ല, ജില്ലയില്ല, സോണില്ല, ഒന്നുമില്ല, നേരെ സ്റ്റേറ്റ്. അതുകൊണ്ട് സ്കൂളിലെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള സാധനം സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ്. പക്ഷെ സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്ക് കേരളം മൊത്തം വരും, മത്സരമൊക്കെ അടിപൊളിയായിരിക്കും. ഇതിന് കോമഡി എന്ന് പറഞ്ഞാലേ ഞാനും ഈ സ്കൂളിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ അല്ലറ ചില്ലറ തട്ടിയുടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മള് പങ്കെടുക്കുന്ന മെയിൻ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം? സംസ്കൃതം പദ്യം ചൊല്ലൽ, തമിഴ് പദ്യം ചൊല്ലൽ. ജഡ്ജിമെന്റ് ടീച്ചറിന് പോലും സംസ്കൃതം അറിയില്ല. വരുമ്പോ വളരെ സീരിയസ് ആയിട്ട് കേൾക്കുക, ഉള്ളതിൽ ആരോടോ ഇച്ചിരി സംസ്കൃതം പറഞ്ഞത് നേരെ ഇത് കൊടുക്കുക. അത്രേ ഈസി ആയിട്ട് പോയിന്റ് അടിക്കാം, അത്രേ ഉള്ളൂ. നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻ ഒക്കെ ആയിരിക്കും. അപ്പൊ നമ്മുടെ ടീമിൽ ഒരു 4 പേരെങ്കിലും കയറ്റും, അതിൽ 3 പേർക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നൈസ് ഐഡിയ. അത് പണ്ട് ഈ നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഭയങ്കര മത്സരമാണല്ലോ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇംഗ്ലീഷ് ഡ്രാമയ്ക്കൊക്കെ പേര് കൊടുക്കും. എന്നിട്ട് അന്നത്തെ ഒരു ടൈംസ് ഓഫ് ഇന്ത്യ പത്രം വാങ്ങിച്ചിട്ട് സ്റ്റേജിൽ നാടാൻ തുടങ്ങുമ്പോൾ അവിടെ ഇവിടെ ഒരു ചായക്കട സെറ്റൊക്കെ ഇട്ടിട്ട് എങ്ങിരിക്കും. അപ്പൊ ഒരാൾ രാവിലെ എടുത്ത് വെച്ചിട്ട് ടുഡേ ന്യൂസ് പത്രം എടുത്ത് വെച്ചിട്ട് ആദ്യത്തെ പാരഗ്രാഫ് ആയി. അപ്പൊ അപ്പുറത്ത് വാവ് റിയലി അമേസിങ്. അപ്പൊ അത് 5 മിനിറ്റ് മതിയല്ലോ. അപ്പൊ ഈ മത്സരത്തിന് ഒരു ടീമേ ഉണ്ടാവുള്ളൂ. ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞേ ഒരു കണ്ടന്റ് പോയേ നമുക്ക് ഫസ്റ്റ്. എല്ലാ തട്ട് തരികിട പരിപാടി ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും അത് പിന്നെ മറ്റേ എങ്ങനെ പറയാ, ജാത്തിയാലുള്ളത് തൂത്താ പോലും അങ്ങനെയുണ്ട് പറയുന്നത്. കറക്റ്റ് പറഞ്ഞാൽ പട്ടീനെ വരെ 12 കൊള്ളിലിട്ടായിരിക്കും. ഓക്കെ. അപ്പൊ അഖിലേ, ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ചെറിയൊരു വാർത്ത എടുക്കാൻ പോണേ. ആണോ? നമ്മുടെ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ നവകേരള സദസ്സിന്റെ തുടർച്ചയായി ഈ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങളുമായി മുഖ്യമന്ത്രിയുടെ സംവാദം അത് തുടരുകയാണ്. അത് ഇന്ന് തിരുവനന്തപുരത്താണ് മുഖാമുഖം പരിപാടി. യുവജനങ്ങളുമായിട്ട് കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സംവാദം. 2000-ഓളം യുവാക്കൾ സംവാദത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വിവരം. അപ്പോ ബി വി അരുൺ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഗുഡ് മോർണിംഗ്. ഞാൻ അരുണിലേക്ക് എത്താം. അരുണിന്റെ ഫോൺ ഒന്ന് ഡിസ്കണക്ട് ആയി എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് വളരെ വിശദമായി തന്നെ ഈ ഒരു സംവാദം നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ സംവാദ പരിപാടിയുടെ 2ാം ഘട്ടമാണ്. അപ്പോൾ ഇന്ന് കവടിയാർ പാലസിലാണ് സംവാദം നടക്കുന്നത്. ഒരുപാട് യുവാക്കളും യുവതികളും പങ്കെടുക്കും. വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ച പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ തല വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ
എത്രത്തോളം ക്രിയാത്മകമാകാൻ കഴിയുമോ അത്രത്തോളം ക്രിയാത്മകമാകട്ടെ. യുവാക്കളുടെ ആശയങ്ങൾ, യുവാക്കളുടെ ആശങ്കകൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ ഈ മുഖാമുഖത്തൊക്കെ സാധിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം. എന്നാലും ഇന്ന് രാവിലെ 9:30-ക്കാണ് ഈ മുഖാമുഖം. അത് ഏതാണ്ട് ഉച്ചവരെ 2 മണി വരെ ഉണ്ടാകും. അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ എപ്പോഴാണ് 9:30-ക്കാണ് എന്ന് പറഞ്ഞു, അതിൽ ഒരു ഏത് മേഖലയിൽ നിന്നൊക്കെയുള്ള യുവാക്കൾ, യുവതികളാണ് പങ്കെടുക്കുന്നത് പ്രധാനമായും? നവകേരള സദസ്സിന്റെ തുടർച്ചയായിട്ടാണ് പ്രധാനപ്പെട്ട ഈ ജനവിഭാഗങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം നടക്കുന്നത്. യുവജനങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ സംവാദം. കവടിയാറിലെ ഉദയ പാലസിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സംവാദം നടക്കും. ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ചർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അഖിലേക്ക് എത്താം. അഖിൽ, അപ്പൊ നമ്മൾ ഈ രാവിലെ അരുൺ കോൺടാക്ട് വിളിച്ചു, അരുൺ വന്നു എന്ന് പറഞ്ഞു. ഓക്കെ അരുൺ, വിശദാംശങ്ങൾ ഞാൻ ആദ്യം ചോദിച്ചു, അരുൺ കേട്ടില്ല എന്ന് തോന്നുന്നു. അരുൺ, വിശദാംശങ്ങൾ. എന്തോ നവകേരള സദസ്സ് വലിയ വിജയമായെന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു. നവകേരള സദസ്സിൽ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കഴിഞ്ഞു. അത് വലിയ ഗുണം ചെയ്തു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള കേന്ദ്ര നീക്കം, എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത പദ്ധതികൾ, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകാൻ കഴിയുന്നതൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നവകേരള സദസ്സിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് സർക്കാരും ഇടതുമുന്നണിയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തുടർച്ച വേണമെന്ന തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയും സർക്കാരും എത്തിച്ചേരുകയായിരുന്നു. അതിന്റെ ഭാഗമാണ് മുഖാമുഖ പരിപാടി. അതായത് സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള, വിവിധ മേഖലകളിലുള്ള, വിവിധ പ്രായവിഭാഗങ്ങളിലുള്ള ജനങ്ങളുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിക്കും. മുഖ്യമന്ത്രിയാണ് പ്രധാനമായും ഈ സംവാദത്തിൽ പങ്കെടുക്കുക. ഒരു ഉദ്ഘാടനം, ആദ്യ പരിപാടി കഴിഞ്ഞ 18-ന് കോഴിക്കോട് നടന്നിരുന്നു. അവിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദ്യാർത്ഥി സമൂഹവുമായി സംവദിച്ചിരുന്നു. ഇപ്പോൾ അതിന്റെ 2ാം ഘട്ട പരിപാടിയാണ് ഇത് തിരുവനന്തപുരത്ത് നടക്കുന്നത്. യുവജനങ്ങളുമായാണ് മുഖ്യമന്ത്രി സംവദിക്കാൻ പോകുന്നത്. 2000-ലേറെ യുവാക്കൾ ഈ സംവാദത്തിൽ പങ്കെടുക്കുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംവാദം 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടാകും. മാർച്ച് 3 വരെ ഇതിന്റെ സംവാദ പരിപാടി, മുഖാമുഖ പരിപാടികൾ ഉണ്ടാകും. മാർച്ച് അവസാന പരിപാടിയിൽ എറണാകുളത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തുക, സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കുക. ഇത് ഒരു കൃത്യമായ തുടർച്ചയായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ അവരോട് വീണ്ടും പറയുന്നു. ജനങ്ങളുടെ ഈ കാര്യങ്ങളിൽ സർക്കാരിനുള്ള അഭിപ്രായം, അവരുടെ പുതിയ പദ്ധതികളൊക്കെ കേൾക്കുക, അവരുടെ ആശയങ്ങളൊക്കെ കേൾക്കുക എന്നുകൂടിയാണ് ഇതിന്റെ ഉദ്ദേശം. അതിന്റെ ഭാഗമായാണ് ഇത്തരം ഒരു മുഖാമുഖ പരിപാടി സർക്കാർ സംഘടിപ്പിക്കുന്നത്. ശരി, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്നാണല്ലോ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി രാവിലെ 9:30-ക്ക് ആരംഭിക്കും. 1 മണി വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്യും. യുവാക്കളുടെ പ്രശ്നങ്ങൾ, യുവാക്കൾ ഉന്നയിക്കുന്ന ആശങ്കകൾ, അതിനൊക്കെ ഒരു മറുപടി കൃത്യമായും നമുക്ക് പ്രതീക്ഷിക്കണം ആ സംവാദത്തിൽ. നമ്മൾ വീണ്ടും തിരികെ എത്തിയാണ്. നമ്മൾ കുട്ടിയകിലുമായിട്ടുള്ള സംസാരത്തിലാണ്. കുട്ടിയകിലിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അഖിൽ, ഈ വാർത്ത കാണാറുണ്ടോ? ഇഷ്ടംപോലെ. എന്റെ ഏറ്റവും വലിയ ഇത് വൈകുന്നേരത്തെ ചർച്ച കാണൽ. തമാശ കാണുന്നതാ? അല്ലല്ല, ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് ഈ ചർച്ച ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട് ചർച്ചയിൽ വരുന്നതിൽ. അത് ഞാൻ പറയില്ല, രാഷ്ട്രീയവൽക്കരിക്കും, അതുകൊണ്ട് ഞാൻ പറയില്ല. അതുകൊണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈകുന്നേരത്തെ സബ്ജക്ട്. ആ ചർച്ചകളിൽ നമ്മൾ വൈകുന്നേരം ആ ചർച്ച കാണുമ്പോൾ നമുക്കറിയാലോ അന്നത്തെ മെയിൻ വിഷയങ്ങളെല്ലാം അതിലുണ്ട്. പ്രധാന വിഷയമായിരിക്കുമല്ലോ ചർച്ച ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ചർച്ച കാണും. ന്യൂസ് ലൈവ് എപ്പോഴും കാണും. എന്റെ കൂട്ടുകാരും പറയാം, ഞാൻ ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും, കാറിലായാലും ഏതെങ്കിലും ന്യൂസ് എടുക്കും, അവർ ലൈവ് കിട്ടേക്കും. ചില സമയത്ത് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും. ന്യൂസ് എപ്പോഴും കാണും. ഈ എങ്ങനെയാ ഒരു സ്റ്റുഡന്റ് സമയത്ത്, കോളേജ് സ്കൂൾ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം സജീവായിരുന്നു. യൂണിയൻ മെമ്പർ ആയിരുന്നു. എവിടെ? നെയ്യാറ്റിങ്കര പോളിടെക്നിക് കോളേജ് ആണല്ലേ? പോളിയാണോ പഠിച്ചതല്ലേ? എന്നിട്ട് അത് ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ടോ? മറ്റേ സിനിമ പറയുന്നല്ലേ? അല്ലേ, ഞാൻ പഴയ പോളിടെക്നിക് എന്ന് പറയുമ്പോൾ അല്ല, അത് കഴിഞ്ഞാണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തത് ഒരു കൊല്ലം. പക്ഷെ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് അല്ല വർക്ക് ചെയ്തത്, മാർക്കറ്റിംഗ് ഏരിയയിലായിരുന്നു വർക്ക് ചെയ്തത്. അത് ആ ജോലി വേണ്ടാന്ന് വെക്കാനുള്ള കാരണം കംപ്ലീറ്റ്ലി ഇതിലേക്ക് തിരിയാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അത് വേണ്ട, ഇഷ്ടപ്പെടാത്തവരാണ്?
ജോലി ഇഷ്ടപ്പെടാന്നില്ല, ജോലി എന്നാൽ ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ആഗ്രഹം വേറൊരെണ്ണം കൂടുതൽ കിടക്കുന്നുണ്ടേ. ബാലൻസും വരുമ്പോൾ ഇത് പോട്ടെ, ഇത് മതി എന്ന് വരുമല്ലോ. വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു. ആദ്യം സപ്പോർട്ടല്ലായിരുന്നു, ജോലി റിസൈൻ ചെയ്തു. പണിയും കളഞ്ഞ് കൂലി കയ്യിലും കുത്തി നടക്കുകയാണെന്ന് പറഞ്ഞത്. അല്ല, അത് കഴിഞ്ഞ് ഞാൻ പാർക്കിലെ ജോലി കളഞ്ഞിട്ട് ട്രൂപ്പ് പരിപാടിയായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് നമുക്ക് വരുമാനം എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് ഭീകരമല്ലല്ലോ. അപ്പൊ ആ സമയത്ത് വരുമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ചൂര് നമ്മുടെ ജില്ലാ കോർട്ടിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ക്ലർക്കായിരുന്നു. അതും ഒരു കൊല്ലം, രണ്ടും ഓരോ കൊല്ലം. ടെക്നോ പാർക്കിൽ ഒരു കൊല്ലം, ഇവിടെ ഒരു കൊല്ലം. പോളിടെക്നിക്, അത് കഴിഞ്ഞിട്ട് നേരെ കോടതിയിലേക്ക്. ടെക്നോ പാർക്ക് കോടതി. അല്ല, എന്റെ ഭയങ്കര ഡ്രീമായിരുന്നു LLB എടുക്കണം എന്നുള്ള പരിപാടി ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. അത് ഉടനെ പഠിക്കാൻ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് അതിങ്ങനെ കിടന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങനൊരു നമ്മളൊരു ചേട്ടൻ മുഖേന അങ്ങനൊരു ഓപ്ഷൻ വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. കോടതി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം അങ്ങനെ പോയതാ ഒരു കൊല്ലം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് TV-യിലേക്ക് സജീവമായ സമയത്ത് നമ്മുടെ വക്കീൽ തന്നെ പറഞ്ഞു, ഇനി കാരണം കോടതിയിൽ വരുന്നവരൊക്കെ എന്റെ അടുത്ത് സംസാരിക്കും, ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു നീ കേട്ടോ, നീ ഈ കുറ്റവാളികൾക്കും ക്രിമിനൽ ലോയേഴ്സിന്റെ ഇടയിൽ കിടന്ന് ജീവിതം കളയേണ്ട ആളല്ല, നീ ടെലിവിഷനിലേക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ടെലിവിഷനിലേക്ക് സജ്ജീവം. നമുക്ക് വീടിനകത്തേക്ക് കയറിയാലോ? അയ്യോ, വന്നിട്ട് ഇതുവരെ വീട്ടിലേക്ക് വിളിച്ചില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മള് ചില പ്രത്യേക തിരക്കുകൾ കാരണം വീട്ടിലുള്ളവരെല്ലാം കുടുംബ വീട്ടിലാണ്. അഖിലിന്റെ ഒരു ബന്ധുവിന്റെ ആവശ്യത്തിനായിട്ട് പോയേക്കുവാണ് അല്ലെ? അങ്ങനെ പോയ ഈ വീട് ഇപ്പൊ പാലാച്ചിൽ അടുത്തിടെയായിരുന്നില്ലേ? ഒരു 1 ഇയർ ആവുന്നു. ഈ April 15 ആവുമ്പം വീട് വെച്ചിട്ട് 1 വർഷമാവും. ഓക്കെ, ഇത് എങ്ങനെയാ? സ്വന്തം പോക്കറ്റിൽ നിന്ന്? അതെ, അതോ അച്ഛന്റെയും അമ്മന്റെയും സഹായം? എല്ലാവരും സഹായമുണ്ട്. സ്വന്തം പോക്കറ്റും പിന്നെ HDFCയിലെ ചെറിയ അവരുടെ പോക്കറ്റും ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് തിരിച്ചടക്കാം. അതെ, ഓക്കെ. അല്ല, അപ്പൊ എന്തായാലും സ്വന്തമായിട്ട് വീട് എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരിക്കും എല്ലാവർക്കും. അതെ, ഉറപ്പായിട്ടും. ഇത് ഇങ്ങനെ യാഥാർത്ഥ്യമായി പാലാച്ചിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടു, എല്ലാവരും വന്ന് ബിഗ് ബോസ് എല്ലാവരും വന്നൊക്കെ കണ്ടിരുന്നു. അന്നൊരു മൂടെന്തായിരുന്നു, അന്നത്തെ ഒരു ഫീല്? ഞാൻ എന്റെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന ഒരു സാധനം അന്ന്, അതായത് ഫീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ മൊത്തത്തില് അന്ന് എനിക്ക് ഏറ്റവും ഹാപ്പി, എന്റെ അടുത്ത് മുന്നേ നമ്മുടെ കൂട്ടത്തില് വീട് വച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടല്ലോ, അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു, നീ ഭയങ്കര നിനക്ക് ഹാപ്പിനെസ് കിട്ടാൻ പോകുന്നത് നീ വീട് വച്ച് പാലുകാച്ചി കഴിഞ്ഞ് അന്നത്തെ ദിവസം രാത്രി ആ വീട്ടിൽ കിടക്കുമ്പോ നിനക്കൊരു സന്തോഷം കിട്ടും. അത് ഭയങ്കര, അത് കിട്ടിയിട്ടുള്ളവർക്കേ അറിയാമെന്ന് പറഞ്ഞു. പക്ഷെ വീട് പാലുകാച്ചി നിന്ന് എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഞാന് ഇവരെല്ലാവരും നമ്മുടെ ബിഗ് ബോസിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഇവരെല്ലാവരെയും കൂടെ നമ്മള് നെടുമങ്ങാട് ഒരു ഹോട്ടലിലായിരുന്നു അവർക്ക് എല്ലാവർക്കും റൂം അറേഞ്ച് ചെയ്തിരുന്നത്. കാരണം എല്ലാവരും ദൂരത്തു നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു, കൊച്ചിയിൽ നിന്നും സൂര്യത്തൊക്കെ മലപ്പുറത്തു നിന്നൊക്കെ വന്ന്. അപ്പൊ ഇവരെല്ലാരും പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എല്ലാം കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞിട്ട് രാത്രി അവിടെ പോയതാ. എന്നിട്ട് അവരുടെ റൂമിൽ നിന്ന് ഉറങ്ങിപ്പോയി. ഫസ്റ്റ് നൈറ്റ് ഇല്ലായിരുന്നു, സെക്കൻഡ് നൈറ്റാ കിട്ടിയത്. പിറ്റേന്ന് ഞാൻ രാവിലെ, അമ്മ നീ ഇവിടെ കിടക്കാതെ എവിടെ പോയി? ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആരും കണ്ടിന്യൂസ് ഉറങ്ങാത്ത കുറെ ദിവസമായിരുന്നു. കാരണം ഈ പലച്ചെന്ന് ഉറങ്ങാൻ തലേദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാവിലെ വരെ ഇവിടെ മൊത്തം അറേഞ്ച്മെന്റ് പരിപാടിയായിരുന്നു. അതിന്റെ തലേദിവസം അതിന്റെ തലേദിവസം കണ്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നേ ഉള്ളൂ. പിണറായി പെരുമയ്ക്ക് ഷോയ്ക്ക് കണ്ണൂര് പോയിട്ട് അവിടുന്ന് നേരെ വന്ന് വീണ്ടും വീട് പരിപാടി. അതിന്റെ ഇടയ്ക്ക് 1-2 ഷോ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ മൊത്തം ഉറക്കമില്ലായ്മയുടെ ദിവസങ്ങളായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് ഇവിടുത്തെ തിരക്കെല്ലാം മാറിയിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയപ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര സുഖ. എന്നിട്ട് ഈ നെടുമങ്ങാട് ഒരുപാട് കലാകാരന്മാരുടെ ഇഷ്ടം പോലെ. ഇന്നലെ കൂടി ഞങ്ങളൊരു സ്റ്റേജിൽ ഞാനും അസീസ് അണ്ണനും ഞാൻ ആ വീഡിയോ സ്റ്റാറ്റസ് സ്റ്റോറി കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ പോയിരുന്നു. അപ്പൊ നെടുമങ്ങാട് ഒരുപാടുണ്ട്, അത് എല്ലാ മേഖലയിലും കേട്ടോ. എല്ലാ മേഖലയിലും ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് നെടുമങ്ങാട്. അതായത് ഓരോ ജംഗ്ഷനിലും ഒരു കലാകാരൻ ഉണ്ടെന്ന് പറയണം. ആ കലാകാരൻ എല്ലാവർക്കും അത്യാവശ്യം അറിയപ്പെടുന്ന ആളുമായിരിക്കും. അല്ലാതെ ഇപ്പൊ കലാകാരനുണ്ട് നമ്മൾ ചോദിക്കേണ്ടി വരില്ല. ഇന്ന ആളെന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന എല്ലാ ജംഗ്ഷനിലും ഒരാളുണ്ടാവും. അങ്ങനെ ഇവിടുന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അസീസിക്ക വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ അടുത്താണ്. പിന്നെ കുടുംബ വീട് ഇവിടെയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റിയാസൊക്കെ ഉണ്ട് മറിമായത്തിലെ. അവിടെ അങ്ങോട്ട് പോകുമ്പോൾ കിഷോർ ഏട്ടനുണ്ട്. അങ്ങനെ കുറെ പേരുണ്ട് ഈ ചുറ്റളവിൽ തന്നെ. അപ്പോ ഇവരൊക്കെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈ നിങ്ങളുടെ ഈ കലാപ്രവർത്തനത്തിന് ഈ ഒരു സ്റ്റേജ് തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് നെടുമങ്ങാട് എന്നുള്ള ഏരിയയുടെ ഒരു ഗുണം കൊണ്ടായിരിക്കും? ഞാൻ നെടുമങ്ങാടുള്ള ഒരുപാട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നത് ഞാൻ സ്റ്റേജിൽ വന്നതിന് ശേഷം. അപ്പൊ ഞാൻ കുറച്ച് കുഞ്ഞു പ്രായത്തില് സ്റ്റേജിൽ ട്രൂപ്പിലേക്ക് വന്നു.
അപ്പൊ അതിനുശേഷം അതിന് മുന്നേ എനിക്ക് അസീസിക്ക് അറിയാം, കിഷോർ ഏട്ടനെയും ഇവരെല്ലാരും എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ഇതിലോട്ട് എത്തിയതിനു ശേഷമാണ് ഇവരായിട്ട് കൂടുതൽ ഇതാവുന്നത്. കാര്യം ഇവരായിട്ട് കൂടുതൽ കാണാനുള്ള ഇതും സാഹചര്യം. അസീസിക്ക് നമ്മള് പിന്നെ നിരന്തരം കാണുമല്ലോ, നമ്മൾ ഏഷ്യാനെറ്റിൽ വെച്ച് കാണും. അത് കഴിഞ്ഞ് ഞങ്ങള് വെബ് സീരീസ് തുടങ്ങിയ പത്മിനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇപ്പൊ എന്റെ വീട്ടിലെ സ്ഥിരം അതിഥിയുള്ള ഒരാളാണ് അസീസൊക്കെ. കാരണം ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ കഴിഞ്ഞ് നാട്ടിലുള്ളപ്പോ എപ്പോഴേലും ഒരു ദിവസം വീട്ടിലോട്ട് വരും, എപ്പോഴും വരും. ഞാൻ നേരെ ബിഗ് ബോസിലേക്ക് കയറട്ടെ. ബിഗ് ബോസ് എത്രത്തോളം ലൈഫിനെ മാറ്റി മറിച്ചു? ഒരുപാട്, അതായത് ക്യാരക്ടർ വൈസും അതുപോലെ കരിയർ വൈസും കുറെ മാറ്റങ്ങൾ ബിഗ് ബോസ്. ലോകം തന്നെയായിരുന്നു. ഭയങ്കര ലോകം. അത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോയവർക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരിക്കും അത്. ഇപ്പോഴും ചിലര് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി ഞാൻ അങ്ങോട്ടില്ല, എനിക്ക് അയ്യോ എന്റെ ജീവിതത്തിന്റെ ഒരു ഇതായിപ്പോയി ബിഗ് ബോസ്, എനിക്കിനി അയ്യോ ഇനി വിളിച്ചാലും പോകില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ്. അത് അവർക്ക് കിട്ടിയ അനുഭവങ്ങളുടെ ആയിരിക്കും, എനിക്കറിയില്ല. അവരുടെ തെറ്റല്ല കേട്ടോ, ഞാൻ അവരെ കുറ്റമായിട്ട് പറഞ്ഞല്ല, അത് അവരുടെ ഒരു മൂടാ. എന്നെ സംബന്ധിച്ചിട്ട് എനിക്കിപ്പോ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ബിഗ് ബോസിൽ കയറുമ്പോൾ ഞാൻ പോകും. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടം ആ സ്ഥലം. അതൊന്ന് നമ്മള് പുറം ലോകമില്ല, പുറത്തെ വാർത്തകളില്ല, ടൈം അറിയില്ല. പിന്നെ നമ്മള് കുറച്ച് എൻജോയ്മെന്റിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊരു രസമല്ലേ, അതൊരു നമ്മൾ തമാശക്ക് പറയും ലക്ഷറി ജയിലെന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര രസമുള്ള സ്ഥലം അത്. ഇത്രയും ദിവസം ഞാൻ അവിടെ നിന്ന് 80 ദിവസത്തോളം ആ വീടിനകത്ത് നിന്ന് കുറെ കൂട്ടുകാരെ കിട്ടി. മൊത്തത്തില് എനിക്കിഷ്ടമായിരുന്നു ബിഗ് ബോസ്. പിന്നെ അതിനുശേഷം കരിയർ വൈസ് നോക്കുമ്പോൾ നമ്മള് നേരത്തെ ഉള്ളതിനേക്കാൾ എന്തോ ഒരു ചെറിയൊരു സ്റ്റെപ്പ് മുകളിലോട്ട് വന്നൊരു കയറി. സ്വാഭാവികം അത് റെക്കഗ്നീഷൻ കൂടി, പിന്നെ ആൾക്കാർ തിരിച്ചറിയുന്നൊക്കെ കൂടിയില്ലേ. വേറൊരു ഓഡിയൻസ് അല്ലേ ബിഗ് ബോസ്. ഇപ്പൊ TV കാണുന്ന ഓഡിയൻസ് തന്നെയാണ് ഇപ്പോഴും എന്നെ അറിയാവുന്ന ഓഡിയൻസ് അതാണ്. പക്ഷെ ആ TV കാണുന്നതിൽ ബിഗ് ബോസിന് വേറൊരു ഓഡിയൻസ് ഉണ്ട്. അവര് ചിലപ്പോ ടെലിവിഷനിലെ കോമഡി ഷോസ് കാണണമെന്നില്ല, ഇപ്പൊ വേറെ പരിപാടികളോ ഞാൻ ചെയ്ത പ്രോഗ്രാമുകളോ ഒന്നും അവര് കാണണമെന്നില്ല. അവര് പക്ഷെ ബിഗ് ബോസ് കാണും. അപ്പൊ ആ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് യൂത്ത് ആണ്. ഇപ്പൊ ആ ഓഡിയൻസിനെ കിട്ടാനും പാടാണ്. അപ്പൊ അത് ബിഗ് ബോസിൽ പോയപ്പോഴാണ് അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് നമ്മളോടൊരു ഇഷ്ടവും ഇഷ്ടക്കേടും രണ്ടുമുണ്ട്. ഇഷ്ടക്കേടും ഇഷ്ടവും എല്ലാം ഉണ്ടായത് ആ ബിഗ് ബോസിന് ശേഷം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ബിഗ് ബോസിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താം. അതിനു മുമ്പ് ഞാൻ വേറൊരു വാർത്തയിലേക്ക് കൂടെ പോകുന്നില്ല. വേറെ ഒന്നുമില്ല, നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് ചാക്കയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണാതായിരുന്നു, അതിനുശേഷം കണ്ടെത്തി. അത് വലിയ ആശ്വാസം. പക്ഷേ ആ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം അതിന്റെ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പോലീസ് ഡാൻ കുര്യനാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകുക. ഡാന്, ഈ പോലീസിന്റെ നിഗമനം എന്താണ്? ഇത് തൊട്ടടുത്തുള്ള ഒരു കാനിൽ തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ പോലീസ് കരുതുന്നത് എന്താണ്? എത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്? ഇതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഇതൊക്കെ സമഗ്രമായുള്ള അന്വേഷണത്തിനാണോ ശ്രമം? ഏതോ ഈ കുഞ്ഞ് കിടന്നിരുന്ന ബ്രഹ്മോസിന് സമീപത്തുള്ള ടെന്റ്, ആ ടെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് ഒരു 500 മീറ്ററോളം അപ്പുറത്താണ് ഈ മേരി എന്ന 2 വയസ്സുകാരിയെ കണ്ടെത്തിയ ഓടയുള്ളത്. അതായത് ഈ റെയിൽവേ ട്രാക്കിന്റെ അവിടെ നിന്ന് ഇതുവഴി ഇങ്ങനെ വന്ന് ഈ ഒരു വശം എന്ന് പറയുന്നത് ബ്രഹ്മോസിന്റെ മതിലാണ് ഒരു വശത്ത്, മറ്റ് ആൾപ്പാർപ്പൊന്നും ഈ ഭാഗങ്ങളിലില്ല. മറുവശത്താണ് ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമുള്ളത്. പക്ഷേ ഈ പൊന്തക്കാടിനുള്ളിൽ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന സ്ഥലത്തിന് താഴെയാണ് മേരിയെ ഈ ഓടയിലെ ഒരു പൈപ്പിൽ അവശ നിലയിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഏറ്റവും പ്രധാനമായി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്ന കാര്യം, ഇന്നലെ രാവിലെയും ഈ പരിശോധനകളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ഇവിടെ കൃത്യമായ തരത്തിൽ പരിശോധനകൾ പലപ്പോഴായി നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെ ഈ കുഞ്ഞുമായോ ബന്ധപ്പെട്ട ഒന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം പുലർച്ചെയോ ഉച്ച കഴിഞ്ഞോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി വൈകി എങ്ങനെ ഈ കുഞ്ഞിനെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ആ കുഞ്ഞിനെ അവിടേക്ക് ആരാണ് കൊണ്ടുവന്നതെന്നൊരു വലിയൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ് ഇപ്പോൾ. കാരണം കൃത്യമായി ആ കുഞ്ഞിനെ അവിടേക്ക് ആരോ കൊണ്ടുവച്ചതാണ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആരാണ് അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ കൊണ്ട് വെച്ചത് എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണുന്ന ആ പൈപ്പിന് മുകളിലാണ് കുഞ്ഞിനെ
കൊണ്ട് വെച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് ആരാണ് ഈ കുഞ്ഞിനെ എത്തിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ കൃത്യമായ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളടക്കം സമീപ സ്ഥലങ്ങളിലുണ്ട്. അവരെയൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു. ആ ചോദ്യം ചെയ്യലിലൊന്നും കൃത്യമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് കൂടുതൽ ആളുകളെ സ്വാഭാവികമായി ഈ ആരാണ് ഈ കുഞ്ഞുമായി അല്ലെങ്കിൽ ഇവരുമായി ആർക്കെങ്കിലും വ്യക്തിവിരോധമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി വിശദമായി അവരെ വീണ്ടും ചോദ്യം ചെയ്യും. പക്ഷേ ഇതിനോടകം ഇത്രയധികം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അന്വേഷണത്തിന് വെളിച്ചം വീശുന്ന ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിശദമായ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് ഈ ടെന്റിന് സമീപത്തും അതോടൊപ്പം ഈ കുഞ്ഞിനെ കണ്ടെത്തിയ ഈ ഓടയ്ക്ക് സമീപം ഉള്ള സ്ഥലങ്ങളുമൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ പോലീസിന്റെ ഈ ഒരു ഇത് കവർ ചെയ്തിരിക്കുന്നു ഈ പ്രദേശം ഇവിടേക്ക് ആളുകൾ കടക്കാതിരിക്കുന്നതിന് വേണ്ടി. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം രാത്രി വൈകി മുതൽ തന്നെ ഇവിടെയുണ്ട്. ഇതിനോടകം അത്തരത്തിലുള്ള സൂചനകളൊന്നും, അതായത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനിടയായ സാഹചര്യം സംബന്ധിച്ചോ അല്ലെങ്കിൽ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു സൂചനകളും ഇതിനോടകം നടത്തിയ അന്വേഷണത്തിലൊന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത്. എൽദോ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നമ്മൾ തുടരുന്നത് അഖിലിന്റെ വീട്ടിൽ നിന്നാണ്. അഖിൽ ഇപ്പൊ തൊട്ടുമുമ്പ് ലൈവായിരുന്ന അത് നമ്മുടെ റിപ്പോർട്ടർ അവിടുന്ന് ലൈവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഓണർ പോയിട്ടില്ല. ഇതിനിടയിൽ അഖിൽ സംസാരിച്ച് ചുമച്ചിരുന്നു. അല്ലല്ല, അവർ തള്ളു തള്ളിയത്. ഓക്കെ, അഖിലിനൊപ്പം തുടരുകയാണ്. ഇതിനിടയിൽ നമ്മുടെ മലപ്പുറത്തെ ക്യാമറമാൻ അഖിൽ ഓട്ടുപാറ, നമ്മുടെ ക്യാമറമാൻ അഖിൽ ഓട്ടുപാറ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്റെ പേര് കുട്ടി അഖിൽ എന്നാണ്. ഒരാളെ കണ്ടുപിടിച്ചു. ഇനി ഒരാളെ പോലെ 9 ഉണ്ട്. അപ്പൊ ഇനി 7 പേരെ കൂടെ കണ്ടുപിടിക്കണം കുട്ടിയായി. ഞാൻ ഒരു തള്ളുകൂടി. മൈ മെയിൽ ഐ ഡി ഈസ് kutti.akhil@gmail.com. അതിന്റെ പ്രസക്തി എന്തായിരുന്നു ഇവിടെ? എനിക്ക് മനസ്സിലായില്ല. ഗൂഗിൾ പേ നമ്പറൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം, പൈസ ഇട്ട് കൊടുക്കാറുണ്ട്. മെയിൽ ഇട്ടിട്ട് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. ഉറപ്പായിട്ടും. അപ്പൊ പക്ഷേ നമ്മൾ ഇറങ്ങുന്നു, അതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. നമുക്ക് ഇടവേള അനിവാര്യമാണല്ലോ. ഉറപ്പായിട്ടും. അപ്പൊ ഒരു ബ്രേക്കിലേക്ക് പോകുന്നു. മോർണിംഗ് ബൈക്സ് വേഗം തിരികെ എത്തും. കുട്ടി അഖിലിനൊപ്പം തുടരും ഒരു ബ്രേക്കിലേക്ക്. Okay then. വിവരം വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഇന്ന് രാവിലെ നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട് അടുത്ത് മുണ്ടേല എന്നൊരു സ്ഥലത്താണ്. വേറെ ആരുമല്ല, കുട്ടി അഖിലിന്റെ ഒപ്പമാണ്. അഖിലിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അഖിൽ ഞങ്ങളിങ്ങനെ പയ്യെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോ നല്ല സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, ഞാൻ രാവിലേക്ക് ഇതുവരെ നടക്കണ ആദ്യമായിട്ടാ. കാണ് രാവിലത്തെ ഭംഗിയൊക്കെ കാണും. ഈ അഖിലിന്റെ വീടിന് മുന്നിൽ നല്ലൊരു കൃഷിയിടമൊക്കെ ഉണ്ട്. ഒരുപാട് ചീര, പടവലം, പയറ്, എന്താ പറയാ, മരച്ചീനി, ഇത്തരം കുറെ കൃഷി. ഈ പടവലക്കൊക്കെ ഇത്ര നീളം ഉണ്ടായിരുന്ന ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നല്ലേ. കാറെടുത്തിട്ട് പോകുമ്പോ നേരെ പോകുന്നല്ലാണ്ട് രണ്ടു വശത്തേക്ക് നോട്ടമില്ല. ഇതുവഴി അല്ലല്ല, ഞാൻ കാണും, പക്ഷെ ഞാൻ ഇത്ര അടുത്തു നിന്ന് ഇപ്പോഴേക്കാ നോക്കണേ. രണ്ടെണ്ണുണ്ട്. ഇവിടെ മൊത്തം ഉണ്ടായിരുന്നുണ്ടോ? നമുക്കിപ്പം ഇത് കഴിഞ്ഞാണ്, ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഗ് ബോസിലെ കാര്യങ്ങളാണ്. അപ്പം ബിഗ് ബോസിലെ ആ ലോകം, അതില് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നുന്നത് ഗോസിപ്പാണ് പുറത്തു വരുന്ന സാധനം. നൈസ് അല്ലേ? സൂപ്പർ അല്ലേ ഗോസിപ്പ്? അത് വേറെ കാര്യമുണ്ടേ, ഈ എന്റെ അടുത്ത് ആദ്യമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതൊരു സംഭവം, ഞാനൊക്കെ മുന്നേ ഈ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് ഇത് കേട്ടിട്ടുള്ളൂ. എനിക്ക് ഗോസിപ്പോ പക്ഷെ ഒരു കണക്കിന് നമ്മളെ അതിപ്പോഴും വരും കേട്ടോ, ഇപ്പോഴും ആ ന്യൂസൊക്കെ വരാറുണ്ട്. പക്ഷെ ഒരു കണക്കിന് ഞാൻ നോക്കുമ്പോഴേ നമുക്ക് കാശ് ചെലവില്ലാതൊരു പബ്ലിസിറ്റി അതുവഴി പോകുന്നില്ലേ, അതൊക്കെ ഇതൊക്കെ ആരെ മെയിൻ ചെയ്യും. ഈ അല്ല വീട്ടില് ഈ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പിന്നെ സുചിത്രയും പിന്നെ അതല്ല മലൈക്കോട്ടെ വാലപ്പ് കണ്ടിരുന്നില്ല? ഇല്ലല്ലേ, കാണണം. ഞാൻ കണ്ടില്ല, കാണാൻ പറ്റില്ല, ഞാൻ ഷൂട്ടിലായിരുന്നു. നല്ല പെർഫോമൻസ് തന്നെ. അപ്പൊ ഈ സുചിത്രയും പിന്നെ അഖിലിന്റെയും ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ പരസ്പരം എങ്ങനെയാ ഷെയർ ചെയ്തിട്ടുണ്ട്? ആദ്യം ഇറങ്ങുന്ന സമയത്ത് അത് അവളിത് നേരത്തെ അറിഞ്ഞല്ലോ ഈ ന്യൂസ്, എനിക്ക് മുന്നേ ഔട്ടായില്ലേ. ഞാൻ കുറച്ച് കഴിഞ്ഞാണല്ലോ ഇറങ്ങി വന്നത്. ഞാൻ ഇറങ്ങി വന്നപ്പോ ഇങ്ങനെ ഇതുണ്ട്, ന്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഞാനും സൂരജും
അവളും കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഓൾറെഡി ഇട്ടേക്കുന്ന നമുക്കൊരു പേരിട്ടിട്ടുണ്ടായിരുന്നല്ലോ, സുഖിൽ എന്ന്. എന്റെ ഇതിൽ സുഖിൽ എന്ന് പറഞ്ഞാൽ സൂരജ്, സുചിത്ര, അഖിൽ, അതാണ് എന്റെ സുഖിൽ. അപ്പൊ ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന പേരും അതാ, സുഖിൽ ഫാമിലി. അങ്ങനെയാണ് ഇട്ടേക്കുന്ന ഗ്രൂപ്പ്. ഞങ്ങൾ ഈ ന്യൂസൊക്കെ ഇതിനകത്ത് ഇടണം, ഗ്രൂപ്പിലിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടി ചിരിക്കും. ഞങ്ങൾ അത് നമ്മളെന്താ അറിയോ, ഞാൻ മുന്നേ വേറെ ആരോ പറഞ്ഞു കേട്ടാ, ഇപ്പൊ നമ്മളിപ്പോ വലിയ നടന്നു പോന്നു. അപ്പൊ നമ്മളൊരു വട്ടപ്പേരുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് നമ്മളെ വട്ടപ്പേര് വിളിക്കുകയാണ്, എടാ അല്ലെങ്കിൽ എടാ മറ്റേ എന്തെങ്കിലും ഒരു പേര് വിളിക്കുന്നു. അപ്പൊ നമ്മൾ തിരിഞ്ഞിട്ട് അവനെ നോക്കിയിട്ട് എന്താ എന്നാ പേര് വിളിച്ചത് എന്ന് പറയുമ്പോഴാണ് അവൻ സുഖം ആയേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ വട്ടപ്പേര് വിളിക്കണം ഇങ്ങനെ കാണിച്ചിട്ട് അവൻ വിചാരിക്കും ഞാൻ വിളിച്ചത് വേസ്റ്റ് ആയിപ്പോയല്ലോ. എന്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. കാര്യം അത് ചിലപ്പോ കിട്ടിയത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഈ നേരെ പൊട്ടിമുളച്ച് ബിഗ് ബോസ് വീണ ആൾക്കാരല്ല. എന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ എക്സ്പീരിയൻസ് കുറവാണെങ്കിലും കുറച്ചു കാലം അങ്ങനെ ഭീകര ഇത് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഉത്സവപ്പറമ്പിലും മിമിക്രിയും പരിപാടിയാണല്ലോ. അവിടെ നമ്മളൊരു പരിപാടി ചെയ്ത് അതിന്റെ ലൈവ് റിയാക്ഷൻ അവിടെ നിന്ന് കണ്ട് ചിലപ്പോൾ കൊള്ളൂല എന്ന് പറയും, കൊള്ളുമോ എന്ന് പറയും, ചിലപ്പോൾ പോകുമ്പോൾ എന്ത് പരിപാടി എന്നൊക്കെ പറഞ്ഞ് മുഖത്ത് നോക്കി പറയുന്ന ആൾക്കാരെ കണ്ടു വളർന്നവരാണ്. അപ്പൊ ഇതൊന്നും എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ചിരിയാണ് തന്നെ ഇത് കാണുമ്പോൾ. പിന്നെ അതുപോലെ നെഗറ്റീവ് കമന്റ്സ് ആ സമയത്തൊക്കെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന്റെ താഴെ കുറെ നെഗറ്റീവ് കമന്റ്സ്, പല ഫാൻസിന്റെ പല ആൾക്കാരുടെ ഫാൻസ് ഉണ്ടല്ലോ. ഞാൻ ഇതൊക്കെ ഞാനൊന്നും ഒന്ന് കമന്റ് സെക്ഷൻ നോക്കാറില്ല. കമന്റ് സെക്ഷൻ അഥവാ എന്തിനെങ്കിലും നോക്കിയാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. അപ്പൊ എന്റെ അടുത്ത് ഇതുപോലെ ഇന്റർവ്യൂവിന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ എന്ത് തോന്നുന്നു. ഞാനിതാ പറഞ്ഞു, എനിക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഡയറക്റ്റ് ഒന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്ക് റിയാക്ട് ചെയ്യാം. ഡയറക്റ്റ് പറയുമ്പോൾ നമ്മൾ സംസാരിച്ചിട്ട് പോകും. ഈ ഇരുന്ന് ചുമ്മാ അവരുടെ നെറ്റിന്റെ എംബിയും കളഞ്ഞ് ചുമ്മാ കുറെ തെറിയിടുക, ഇതിടുക, പിന്നെ കുറെ ഫേക്ക് ഐഡി ഉണ്ടാക്കി വെച്ചുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഇടയ്ക്ക് അതും വേറെ ആരോ പറഞ്ഞു കേട്ടോ, എന്റേതല്ല. ആരോ ഒരു ഇന്റർവ്യൂ നമ്മളെ ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ആരോ പറഞ്ഞു, അതായത് ഇപ്പൊ നെഗറ്റീവ് കമന്റ് ഒരാളിടില്ലേ, നെഗറ്റീവ് കമന്റ് നമുക്ക് ഇടുമ്പോ അയാൾക്കൊരു സന്തോഷം കിട്ടുന്നില്ല, അപ്പൊ നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കില്ല അല്ലേ. അത് ഇത് ആരാ പറഞ്ഞെന്ന് വിട്ടുപോയി. അത്രേ ഉള്ളൂ എന്റെ കാര്യം. അല്ല, നിങ്ങൾ ഒരുപാട് തവണ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഒരുപാട് കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കല്യാണ ഡേറ്റ് എൻഗേജ്മെന്റ് കുറെ വട്ടം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞായി, അങ്ങനെ ഒരു ഒരാളെ തന്നെ പലവട്ടം കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് കുഞ്ഞായത് കിടിലൻ ന്യൂസാ. ഞങ്ങള് മൂകാംബിയെ പോയി ഞങ്ങൾ എല്ലാരുമായിട്ട്. എന്നിട്ട് ഞാനും സൂരജും സുചിത്രയുമായിട്ട് മൂകാംബിയുടെ കൊടിമരത്തിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എന്റെ ഇൻസ്റ്റയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതിട്ടു, എനിക്കറിയാം ഇത് ഇടുമ്പോഴേ. ഞാൻ വെറുതെ ഇത് ഞാൻ ഒഴിച്ച് ചോദിച്ചു പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു പോസ്റ്റ് ചെയ്തോ, പക്ഷെ ന്യൂസാവും. അപ്പം അവര് ഞാൻ എന്താ ന്യൂസാവട്ടെ, ഞാൻ വെറുതെ പറഞ്ഞ ന്യൂസാവുന്നു, പക്ഷെ ന്യൂസായി. ഇത് ന്യൂസായത് ഇങ്ങനെയായിരുന്നു, സുചിത്രയുമെങ്കിലും മകനൊപ്പം സൂരജ് കണ്ടിട്ടാണോ മൂകാംബിയിൽ കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഞാന് എന്റെ അടുത്ത് ആലോചിച്ച് ആ സമയത്ത് ഏതോ മീഡിയാസിന്റെ ആൾക്കാർ വിളിച്ചിട്ട് അഖിൽ ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നു, നിങ്ങളുടെ ഇതാണ്. ഞാൻ പറഞ്ഞു സുഹൃത്തെ അത് വായിച്ചായിരുന്നു, താഴേക്കുന്ന സൂരജാണ്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കല്യാണം കഴിഞ്ഞ ഉടനെ 27 വയസ്സുള്ള മകനെ ഉണ്ടാക്കാൻ ഞാൻ മജീഷ്യനൊന്നും അല്ല. അല്ല, അവൻ 27 സൂരജിന് ഇപ്പൊ 28 വയസ്സ് വരും. അപ്പൊ ആരും ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ 27 വയസ്സുള്ള മകനുണ്ടാവോ? എനിക്കാണ്. അയ്യോ, അത് കൊള്ളാം. ഇന്നത്തെ ഈ മീഡിയ എന്ന് പറയുമ്പോഴല്ലോ ഞങ്ങളും ഇതിനകത്ത് പെട്ടുപോവാ. അല്ല, എന്തറിയാമോ, 2 ടൈപ്പ് ഓഫ് മീഡിയ. അതാണ് ഒരു വ്യക്തത. എല്ലാരും പലപ്പോഴും അടച്ചാക്ഷേപിക്കും. അപ്പൊ അതായത് മീഡിയാസ് 2 ഉണ്ട്. ഒന്ന് നോർമലി ജെന്യൂൻ ആയിട്ടുള്ള വാർത്തകൾ വിടുക, അതൊരു സെക്ഷൻ, നിങ്ങൾ ഉൾപ്പെടുന്ന ഇത്. സെക്കൻഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ അത് പണ്ടുപോലെ പറയണത് മലയാളിയുടെ ഇതാണല്ലോ, അപ്പുറത്ത് ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിലെത്തി നോക്കുമല്ലോ, അവിടെ ഇവിടെ കറണ്ട് ഇല്ലെങ്കിലാണ് നമുക്ക് സമാധാനം വരുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ വാർത്തകൾ അറിയാൻ നെഗറ്റീവ് ന്യൂസുകൾ മാത്രം ഇടുന്ന മീഡിയാസും ഉണ്ട്. പക്ഷെ അത് അവര് തെറ്റൊന്നുമല്ല, അവർക്ക് അതിൽ നിന്ന് വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, അവർക്ക് മോണിറ്റൈസേഷൻ ആവുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പിന്നെ അവരൊന്നും കുറ്റം പറയുന്നില്ല, ജീവിക്കണം. ഓക്കെ, ഈ ഏറ്റവും സൗഹൃദം ബിഗ് ബോസ് ആ വേൾഡിൽ ആ ഫാമിലിയില് സുചിത്ര, പിന്നെ വേറെ ആയിരുന്നു സൂരജും നിങ്ങളായിരുന്നു ഒരു സംഘം അല്ലെ? നമ്മളായിരുന്നു. പിന്നെ ഇപ്പൊ പുറത്ത് നമ്മളിപ്പോ ഇറങ്ങിയതിനു ശേഷം നമ്മള് വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ആക്റ്റീവാണ് ആ സീസണിന്റെ, നമ്മുടെ സീസണിന്റെ. പിന്നെ നമ്മൾ ടച്ചിലുള്ളത് സൂരജ്, സുചിത്ര, ധന്യ, ശാലിനി,
പിന്നെ അങ്ങനെ നവീൻ ചേട്ടൻ അങ്ങനെ എല്ലാവരും ടച്ച് ഉണ്ട്. എപ്പോഴും വിളിക്കാറുള്ളത് സൂരജും സുചിത്രയും തന്നെയൊക്കെയാണ്. ഓക്കെ. ഈ ഇവനെ തോറ്റല്ലോ തോന്നി ആരെങ്കിലും ഉണ്ടായിരുന്നു അതിനകത്തോ? എനിക്കറിയാം എന്താണ് ചോദിക്കാൻ പോട്ടെ. ആളുടെ മനസ്സിലായി. അപ്പൊ എന്താ അറിയോ, നമ്മൾ ചുമ്മാ ആ പുള്ളിക്കാരനെ കുറിച്ച് ഞാനും പുള്ളി തമ്മിലൊന്നും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അയാള് ഓൾറെഡി അയാളുടെ ലൈഫ് അയാൾ സന്തോഷമായിട്ട് അയാൾ ഹാപ്പി ആയിട്ട് പോകുന്നു. നമ്മൾ എവിടെയെങ്കിലും ചുമ്മാ പുള്ളിയെ കുറിച്ച് പറഞ്ഞു നമുക്ക് ഞാൻ പുള്ളിക്കോ പുള്ളി എനിക്കോ ദോഷമോ കാര്യങ്ങൾ കോണ്ടാക്ട് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വെറുതെ അയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമില്ല. അയാൾ ഹാപ്പി ആയിട്ട് പോകുന്നു, നമ്മൾ ഹാപ്പി ആയിട്ട് പോകുന്നു. ജിൽ ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു തീരുമാനമുണ്ടോ ഇനി മുന്നോട്ടുള്ള ലൈഫില്? സിനിമ ആണോ അല്ലെങ്കിൽ ഈ സ്റ്റേജ് സജീവമാക്കാനുള്ള ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വല്ലോ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുള്ള ആലോചനയുണ്ടോ? ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പം കുറെ സിനിമകൾ ചെയ്യണം, സിനിമകളിൽ അഭിനയിക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. കുറച്ച് സിനിമകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് പറയുമോ? ഇപ്പൊ റിലീസ് ആകുമ്പോൾ ആനന്ദപുരം ഡയറീസ് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞത്. ആനന്ദപുരം ഡയറീസ് 1-ാം തീയതി റിലീസ് ആവും, മാർച്ച് 1-ന്. പിന്നെ ഷൂട്ട് ഇപ്പൊ ഫുള്ള് കഴിഞ്ഞത് അൽത്താഫ് സലീമും അനാർക്കലി മരക്കാറും ലീഡ്, ഗണപതി, ജാഫർക്ക, ഞാന്, അജയ് വാസുദേവേട്ടൻ, ലാൽജോ സാറുണ്ട്, ജിയോ ബേബി സാറുണ്ട്, വിനീത് തട്ടിലേട്ടൻ, വിനീതേട്ടൻ, അങ്ങനെ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്. കുറെ പേരുള്ള ഒരു പടമാണ് ഇപ്പൊ ഷൂട്ട് ഫുള്ള് കഴിഞ്ഞത്. അത് പടത്തിന് പേരെനിക്കറിയാം, പക്ഷെ പടത്തിന് പേര് അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്തതിനു ശേഷം പറയാം. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, അതും പടത്തിന് പേരിട്ടിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീനാഥ് ബാസി, ഭാവന, ഉർവശി ചേച്ചി, പ്രിയ വാര്യർ, അങ്ങനെ ഒരു ഇതുള്ള പടം. അത് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് തിരക്കേറിയതാകുമ്പോ ബുദ്ധിമുട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറെ നാൾക്ക് ശേഷം തിരക്കായത് ഈ ജനുവരി ഫുള്ള് കഴിഞ്ഞപ്പോഴാണ്. അതായത് അത് ന്യൂ ഇയർ കഴിഞ്ഞ് ജനുവരി 3 മുതൽ ഈ മാസം 5-ാം തീയതി വരെ ഈ പടത്തിന്റെ ഷൂട്ടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ. അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം കണ്ടാ ഞാൻ വീട്ടിൽ വന്നോളൂ. ബാക്കി ഫുള്ള് നൈറ്റ് ഷൂട്ടായിരുന്നു. വൈകുന്നേരം 6 to രാവിലെ 6 അങ്ങനെയായിരുന്നു ഷൂട്ട്. നോക്കിയല്ലോ, നോക്കാം. ഇങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ടാ യാതൊരു ഫസ്റ്റ് ടൈം കണ്ട. നമ്മൾ ചിലർ വരണം പിന്നെ ഇത്തരത്തിൽ വഴികളൊക്കെ കണ്ടെത്തണമെങ്കിൽ. അപ്പൊ എന്തായാലും അഖില് ഈ കാണാത്ത വഴിയിലൊക്കെ കാണട്ടെ. ഞാനൊരു സംഭവം ഉണ്ടേ, കയറി ചെല്ലുമ്പോ മാമൻ ഓടിക്കുമെന്തോ. ആരാ ക്യാമറയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ചോദിച്ചിട്ടല്ലേ? അപ്പൊ എന്നാലും നമ്മൾ ഈ നടക്കുന്നതിനിടയിൽ ഞാൻ ഒരു മയിലിന്റെ കാണിച്ചിട്ട് വരാം. മയിൽ ഇവിടെയല്ല, മയില് വേറെ മയിലിന്റെ ഒരു കഥ ഞാൻ പ്രേക്ഷകർക്ക് കാണിച്ചിട്ട് വരാമെന്ന്. വേറെ ഇല്ലല്ല, അയ്യോ അറിയാതെ വേറെ സംഭവം വന്നു. ഒന്നുമില്ല, മാച്ചേക്ക് വേറൊരു ഇതിന്റെ കാഴ്ച കാണിക്കുന്നത് ഞാൻ പെട്ടെന്ന് വേറെ വിചാരിച്ചേ. ആണല്ലേ? നിങ്ങൾ പറഞ്ഞു. ഓക്കെ, പാക്കേജ് പോകുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാം. അതായത് ഈ നമ്മളെ ഈ കടുവ, സിംഹം, പുലി ഇതൊക്കെയാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ള പിന്നെ മൃഗങ്ങൾ എന്നൊക്കെ നമ്മൾ കരുതില്ലേ? പക്ഷെ അങ്ങനെയല്ല. മയിലിനെ പോലെ അപകടകാരിയായിട്ടുള്ള ചില സമയത്ത് പർട്ടിക്കുലർ ടൈം ഉണ്ട് കേട്ടോ. ആ സമയത്ത് മയിലിനെ പോലെ അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു എന്താ പറയുക ജീവി ഇല്ല എന്നുള്ളതൊക്കെയാണ് ഈ വന്യജീവി ഗവേഷണം നടത്തുന്ന ചിലർ അഭിപ്രായപ്പെടുന്നത്. നമ്മുടെ ഡിജിറ്റൽ ടീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിനുശേഷം നമ്മൾ തിരികെ എത്തും കുട്ടിയകിലിന്റെ കൂടുതൽ വിശേഷങ്ങളായി. സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളെയാണ് ഏറ്റവും അപകടകാരികളായി മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ വന്യജീവികളെക്കാളും അപകടകാരിയാണ് മയിലെന്നാണ് വന്യജീവി വിദഗ്ധനും മാധ്യമപ്രവർത്തകനുമായ ഡോക്ടർ അമിതാഭ് അഗ്നിഹോത്രിയുടെ അഭിപ്രായം. മാർച്ച് മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് മയിലുകൾ ഇണചേരുന്ന സമയം. ഇക്കാലത്ത് തങ്ങളുടെ മനോഹരമായ പീലികൾ വിടർത്തി നൃത്തം ചെയ്താണ് ആൺമയിലുകൾ ഇണകളെ ആകർഷിക്കുന്നത്. തുടർന്ന് ഇണചേരൽ കാലം അവസാനിക്കും വരെ ആൺമയിൽ പെൺമയിലിനൊപ്പമുണ്ടാകും. ഇണചേർന്ന ശേഷം ആൺമയിൽ അവിടെ നിന്ന് പോവുകയും പിന്നീട് പെൺമയിലുകൾ മുട്ടകൾ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സമയം തന്റെ അതിർത്തിക്കുള്ളിലേക്ക് മറ്റ് ആൺമയിലുകൾ പ്രവേശിച്ചാൽ ആൺമയിൽ കടുത്ത ആക്രമണകാരിയാകുമെന്ന് പറയുന്നു. ചില സമയങ്ങളിൽ ഏക്കറുകളോളം വിസ്തൃതമായിരിക്കും ഒരാൺമയിലിന്റെ അതിർത്തി. 4 അടി വരെ ഉയർന്നു പൊങ്ങാൻ മയിലുകൾക്ക് സാധിക്കും. ആക്രമണങ്ങളിൽ മേധാവിത്വം നേടാൻ ഈ കഴിവ് മയിലുകളെ സഹായിക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്നു. കൂർത്ത പല്ലുകളില്ലെങ്കിലും ശത്രുക്കൾക്ക് മുകളിൽ പറന്നു കയറി അവരെ കൊത്തിപ്പരിക്കേൽപ്പിക്കാനും കാൽവിരലുകൾ ഉപയോഗിച്ച് മുറിവുണ്ടാക്കാനും മയിലുകൾക്ക് സാധിക്കുമെന്ന് അമിതാഭ് പറയുന്നു. ചില മൃഗശാലകളിൽ പോലും മയിലുകൾ മനുഷ്യനെ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. വർണ്ണിച്ചാൽ തീരാത്ത പ്രത്യേകതകളും ദേശീയ പക്ഷിക്ക് വേണ്ട ഗുണങ്ങളും ഒത്തിണങ്ങിയപ്പോൾ
1963 മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചു. ദേശീയ പക്ഷി എന്നതിലുപരി കേരളത്തിൽ മയിൽ ഒരു അധിനിവേശ ജീവിയാണ്. 2018 നടത്തിയ പഠനത്തിൽ മയിലുകൾക്ക് നെൽകൃഷി പോലുള്ള വിളകളിൽ 46% വരെ വിളനാശമുണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 30 വർഷം മുൻപ് മയിൽ ഒരു അപൂർവ ജീവിയായിരുന്നുവെങ്കിൽ ഇന്ന് മയിലുകളില്ലാത്ത ജില്ലകളില്ല. മയിലിന് സംരക്ഷണ കേന്ദ്രം വരെയുണ്ട് കേരളത്തിൽ. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ തരൂരിലാണ് മയിലുകൾക്ക് വേണ്ടി നിർമ്മിച്ച ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഉള്ളത്. 1933 ഇന്ത്യയുടെ പക്ഷി മനുഷ്യനായ സലിം അലി തിരുവിതാംകൂർ കൊച്ചി പ്രവിശ്യകളിൽ നടത്തിയ സർവേയിൽ ഒരു മയിലിനെ പോലും കണ്ടെത്തിയതായി വിവരമില്ല. 2020 ബേർഡ് ലൈഫ് മാഗസിൻ ഇന്ത്യൻ പീകോക്കിന്റെ അമിത വ്യാപനത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന ഇന്ത്യൻ മയിലാണ് നീലമയിൽ അഥവാ പാവോ ക്രിസേസ്റ്റസ് എന്നറിയപ്പെടുന്നത്. മയിലുകളെ കേരളത്തിൽ കണ്ടു തുടങ്ങുന്നത് 1988 മുതലാണ്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകൾ കൊണ്ട് രാജ്യത്താകമാനം മയിലുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായി. ദേശീയ പക്ഷിയായതുകൊണ്ട് മയിലുകളെ ഉപദ്രവിച്ചാൽ കനത്ത ശിക്ഷ ലഭിക്കുമെന്നതും വർഷങ്ങളായി നടത്തിവരുന്ന സംരക്ഷണ പദ്ധതികളും ഈ എണ്ണപ്പെരുക്കത്തിന് കാരണമായിട്ടുണ്ട്. കേരളത്തിലും മയിലുകൾ കൂടാൻ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാം. നമ്മുടെ ദേശീയ പക്ഷി എന്ന നിലയിൽ മയിലിന് പ്രത്യേക നിയമ പരിരക്ഷയുണ്ട്. 1972 ഷെഡ്യൂൾ ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെഷൻ 51 പ്രകാരം മയിലിനെ കൊന്നാൽ 3 വർഷം മുതൽ 7 വർഷം വരെ തടവും 20,000 രൂപയിൽ കുറയാത്ത പിഴയുമാണ് ശിക്ഷ. വന്യജീവി സംരക്ഷണ നിയമം ചാപ്റ്റർ BA വകുപ്പ് 49A-B പ്രകാരം മയിൽവേട്ട നടത്താതെയുള്ള മയിൽപീലികളുടെ ശേഖരണവും വിതരണവും കുറ്റകരമല്ല എന്നും പറയുന്നു. തമിഴ്നാട്ടിലെ കാരക്കലിലെ 12,000 ഹെക്ടറിൽ കൃഷി ചെയ്തിരുന്ന നെൽകർഷകർ കൃഷി 6,000 ഹെക്ടറായി ചുരുക്കിയതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് മയിൽ ശല്യമാണ്. മയിലുകൾ വിളയാറായ നെൽമണികൾ തിന്നു നശിപ്പിക്കുക മാത്രമല്ല ചെയ്യുക, നെല്ലില്ലാത്ത സമയത്ത് പോലും മണ്ണിര, മിത്രകീടങ്ങൾ, ഓന്ത്, തവള, പാമ്പുകൾ എന്നിങ്ങനെ കർഷകരുടെ മിത്രങ്ങളായ സകലതിനെയും മുച്ചൂടും മുടിക്കും. ഇത് നാടിന്റെ ജൈവ വ്യവസ്ഥ തന്നെ താറുമാറാക്കും. മയിലുകൾ കൂട്ടത്തോടെ പാടത്തേക്കിറങ്ങി ചവിട്ടിയും മെതിച്ചും നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് വഴി നെൽപ്പാടം തന്നെ തരിശാക്കി മാറ്റും. പാടത്തുപയോഗിച്ചിരിക്കുന്ന കളനാശിനികളോ കീടനാശിനികളോ മൂലം മയിലുകൾക്ക് ജീവഹാനി ഉണ്ടായാലുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഭയം കൂടിയായപ്പോൾ കാരക്കലിലെ നെൽകൃഷി പകുതിയായി ചുരുങ്ങി. ഉഷ്ണപക്ഷിയാണ് മയിൽ. അവയുടെ ആവാസവ്യവസ്ഥ ഉൾവനങ്ങളല്ല, കുറ്റിക്കാടുകളിലും പാറക്കെട്ടുകളിലുമാണ് അവയുടെ താമസം. കുറ്റിക്കാടുകൾ ഇല്ലാതായതും പാറക്കെട്ടുകൾ ഖനനത്തിലൂടെ ഇല്ലാതാകുന്നതും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളുമൊക്കെയാണ് മയിലുകളുടെ കാടിറക്കത്തിന് കാരണമായി പറയുന്നത്. മഴക്കാലമാണ് മയിലുകളുടെ പ്രജനനകാലം. ഇണകളെ ആകർഷിക്കാനാണ് മയിലുകൾ പീലി വിടർത്തിയാടുന്നത്. പ്രജനനകാലം മഴക്കാലമായതിനാലാണ് മഴയെത്തും മുമ്പേയുള്ള മയൂര നടനങ്ങൾ പതിവാകുന്നത്. മഴ കുറഞ്ഞതും ഭക്ഷണവും വെള്ളവും ഇല്ലാതായതുമൊക്കെ മയിലുകളുടെ കാട്ടുജീവിതത്തെ സാരമായി ബാധിക്കുന്നു. സ്വാഭാവിക വനത്തിന്റെ നാശമാണ് മയിലുകൾ പെരുകാൻ കാരണമാകുന്നത്. വനമില്ലാതാകുന്നത് ഉഷ്ണക്കാറ്റ് വർദ്ധിക്കാൻ കാരണമാകുന്നു. മണ്ണെടുപ്പ് മൂലം മണ്ണിന്റെ ആർദ്രത കുറയുന്നു. ഇത് മയിലുകൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യം നാട്ടിൽ സൃഷ്ടിക്കുന്നു. മറ്റൊന്ന്, നാട്ടിൻപുറങ്ങളിൽ പൊന്തക്കാടുകൾ വ്യാപകമാകുന്നതാണ്. ഇത്തരം കുറ്റിക്കാടുകളാണ് മയിലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ. ഇങ്ങനെയൊക്കെ മയിലുകൾ കാടിറങ്ങി നാട്ടിലെത്തുന്നു. വയനാട്, ഇടുക്കി ജില്ലകളിലാണ് 90കൾക്ക് മുൻപ് മയിലുകളെ വ്യാപകമായി കണ്ടിരുന്നത്. ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മയിലുകളെ വ്യാപകമായി കാണാം. കാട്ടിൽ കുറ്റിക്കാടുകൾ കുറയുകയും നാട്ടിൽ കുറ്റിക്കാടുകൾ കൂടുകയും ചെയ്തത് കുറ്റിക്കാടുകളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന മയിലുകളെ നാട്ടിലെത്തിച്ചതിന്റെ പ്രധാന ഘടകമായാണ് വിദഗ്ധർ കാണുന്നത്. കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് മയിലുകളുടെ കാടിറക്കം. അതോടൊപ്പം നാട്ടിൽ തങ്ങൾക്ക് അനുയോജ്യമായ ഇടങ്ങളിൽ ഇവ പ്രജനനവും നടത്തുന്നു. മയിലുകളുടെ എണ്ണപ്പെരുക്കം കാലാവസ്ഥാ മാറ്റത്തിന്റെ ലക്ഷണങ്ങളിലൊന്നായാണ് വിദഗ്ധർ കാണുന്നത്. വരാനിരിക്കുന്ന വരണ്ട കാലാവസ്ഥയുടെ അപകടമണി കൂടിയാണ് മയിലുകൾ. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും കർണാടകയിലും വരണ്ട കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന മയിലുകൾ കേരളത്തിൽ വർദ്ധിച്ചുവരുന്നത് സംസ്ഥാനത്തെ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള സൂചന നൽകുന്നു. ഒരു കാലത്ത് എണ്ണത്തിൽ കുറവായിരുന്നുവെങ്കിലും വയനാട്, ഇടുക്കി എന്നിവിടങ്ങളിലായിരുന്നു മയിലുകളെ കണ്ടിരുന്നത്. അധികം വൈകാതെ മധ്യകേരളത്തിൽ മയിലുകളുടെ സാന്നിധ്യം വർദ്ധിച്ചു. പിന്നാലെ കേരളത്തിന്റെ മറ്റിടങ്ങളിലും മയിലുകൾ വ്യാപിച്ചു. ഒരു പഠനം പറയുന്നത് സംസ്ഥാനത്തിന്റെ ഭൂവിസ്തൃതിയുടെ 19% മയിലുകൾക്ക് ജീവിക്കാൻ അനുകൂലമായ ആവാസ വ്യവസ്ഥയുണ്ടെന്നാണ്.
2050ഓടെ ഇത് 40 മുതൽ 50% ആകുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും മയിലിന്റെ ഒരു കാഴ്ചയൊക്കെ കണ്ടല്ലോ. അപ്പൊ നമ്മൾ നേരെ ഇനി വയനാട്ടിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം നമുക്ക് കുറ്റ്യാഗിലേക്ക് മടങ്ങിയെത്താം. അതായത് വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ അത് രൂക്ഷമാകുന്ന സാഹചര്യം, അവിടുത്തെ പ്രതിഷേധമൊക്കെ ഒരുപാട് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നു. മാത്രമല്ല ബേലൂർ മഖ്ന എന്ന കാട്ടാന ഇന്ന് വീണ്ടും ജനവാസ മേഖലയിൽ ഒന്നെത്തി വീണ്ടും പോയിട്ടുണ്ട്. അതിനിടെ മന്ത്രിമാരുടെ സംഘം ഇന്ന്, അതായത് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ, ഒപ്പം കെ രാജൻ, എം പി രാജേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒരു സർവകക്ഷി യോഗം ഇന്ന് അവിടെ ബത്തേരിയിൽ ചേരുന്നുണ്ട്. UDF കളക്ടറേറ്റിന് മുന്നിൽ 24 മണിക്കൂർ രാപ്പകൽ സമരം നടത്തുന്നു. അങ്ങനെ വയനാട്ടിൽ നിന്ന് ഈ വന്യജീവി ആക്രമണം, അവിടുത്തെ മരണം, രണ്ടുപേരുടെ അത്തരത്തിലുള്ള വാർത്തകൾ അതിങ്ങനെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നു, കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു തുടർ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ജിൻസ് തോട്ടുങ്കര ചേരുന്നുണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി. ജിൻസ്, ഗുഡ് മോർണിംഗ്. മന്ത്രിമാർ എപ്പോ എത്തും? ഈ UDFന്റെ രാപ്പകൽ സമരം, അതിന് ഏതൊക്കെ നേതാക്കളാണ് നേതൃത്വം നൽകുന്നത്? ഒപ്പം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഗുഡ് മോർണിംഗ് എൽദോ. വന്യമൃഗശല്യം രൂക്ഷമായ ഒരു സാഹചര്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ കടുത്ത പ്രതിഷേധവും ഉയരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിമാരും വയനാട്ടിൽ സന്ദർശനം നടത്തുന്നത്. മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ, എം പി രാജേഷ് എന്നിവരാണ് വയനാട്ടിലെത്തുക. ഇന്ന് 10 മണിയോടെ മാനന്തവാടി മുനിസിപ്പൽ ടൗൺ ഹാളിലായിരിക്കും ജില്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗവും അതുപോലെ തന്നെ സർവകക്ഷി യോഗവും നടക്കുക. എന്തായാലും ഇതിനുശേഷം ഈ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ, കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ പോകുമോ എന്നുള്ള കാര്യത്തിലും ഇതുവരെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും പോകും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വയനാടിന്റെ ചുമതലയുള്ള വനംവകുപ്പ് മന്ത്രി ഇവിടെ ജില്ലയിൽ എത്താത്തതിൽ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നേരത്തെ ഉയർന്നിരുന്നു. മന്ത്രി സംഘത്തിലെ ഒരാൾ പോലും ഇവിടെ എത്തിയില്ല എന്നുള്ള ഒരു ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി സംഘത്തെ തടയുമെന്ന് BJPയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന സമരം നാളെ 9 മണി വരെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബേലൂർ മഖ്നയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ 4:30യോടെ വയനാട്ടിലെ ആളപ്പള്ളി കാട്ടാന ബേലൂർ മഖ്ന കർണാടക വനത്തിൽ നിന്നും കബനി നദി കടന്ന് ഇപ്പോൾ മുള്ളംകൊല്ലി പഞ്ചായത്തിൽ എത്തുകയുണ്ടായത്. മരക്കടവ് ഭാഗത്തായിരുന്നു ഇത് ഏറെ നേരം തമ്പിടിച്ചിരുന്നത്. പിന്നീട് പുഴ മുറിച്ചായിരുന്നു ഇത് വീണ്ടും എത്തിയതെങ്കിലും വനപാലകർ ഇവിടെ എത്തി തുരത്തുകയായിരുന്നു. നിലവിൽ മറുകരയായിട്ടുള്ള മച്ചൂരിലേക്കാണ് ഈ ആന തിരിച്ചു പോയിട്ടുള്ളത്. വനപാലക സംഘം ഈ സ്ഥലത്ത് ആനയെ നിരീക്ഷിച്ചു വരികയാണ്. മച്ചൂരും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് കൃത്യമായി ജാഗ്രത പാലിക്കുന്നതിനും പുറത്തിറങ്ങരുതും എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസമായി ഈ ബേലൂർ മഖ്നയ്ക്കായുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ദൗത്യ സംഘത്തിന് കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 13 സംഘങ്ങളായിട്ടാണ് കർണാടക, കേരള വനംവകുപ്പുകൾ ഈ ആനയെ നിരീക്ഷിച്ചു വരുന്നത്. കൂടെയുള്ള മോഴയാനും സമീപത്ത് നിന്ന് മാറിയതോടെ കൂടുതൽ അപകടകാരിയായി എന്നുള്ളതാണ് ഈ ബേലൂർ മഖ്ന അപകടകാരിയായി എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും നിലവിൽ ഇതിനെ പിടികൂടാനുള്ള ശരി ജീൻസ്, എന്താണെങ്കിലും ബേലൂർ മഖ്ന ജനവാസ മേഖലയിൽ നിന്ന് വന്നു, അത് തിരികെ പോയി, അത് ആശ്വാസകരം. എന്നാലും സർവകക്ഷി യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാവട്ടെ. അത് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മന്ത്രിതല സംഘത്തിന് കഴിയട്ടെ എന്ന് കരുതാം. എന്നാലും നമ്മൾ മോർണിംഗ് വൈബ്സ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുട്ടിയഖിലിന്റെ വീട്ടിലും അതിന്റെ പരിസരത്തുമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. അതിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കുട്ടിയഖിൽ ഈ ഇവിടുത്തെ കാഴ്ചകളും ഒപ്പം ബിഗ് ബോസ്, കോമഡി സ്റ്റാർ ഇതിന്റെയൊക്കെ കഥകൾ പറയും. ഒരു ഇടവേളയിലേക്ക് മോർണിംഗ് വൈബ്സ് സ്വയം തിരികെ എത്തും. എല്ലാവരും വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഇപ്പോൾ കുട്ടിയഖിലിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ്. അവിടെ കൃഷിത്തോട്ടത്തിൽ വളരെ സജീവമായിട്ട് കൃഷി പരിപാലിക്കുന്ന കുട്ടിയഖിലിനെയാണ് കാണുന്നത്. എങ്ങനെ ഈ പടവല കൃഷിയിലൊക്കെ ഒരു താല്പര്യമൊക്കെ വന്നത്? ജൈവവളം ഇട്ടിട്ടാണ് ഇത്
നോക്കിക്കൊണ്ടിരിക്കുന്നത്. രാസപരമായിട്ടുള്ള ഒരു കെമിക്കൽ കെമിക്കൽ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഇതിന്റെ മുതലാളി അവിടെ ഇരിക്കും. അപ്പുറത്തെ വീട്ടിലെ മാമന്റെ കൃഷിത്തോട്ടത്തിൽ വന്നിട്ട് സ്വന്തം കൃഷിയിടം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ചെളിഞ്ഞ്. പുള്ളിയോട് ചോദിക്കുന്നത് എങ്ങനെ ഇത്ര വലിയ പടവലൊക്കെ പുള്ളി ഉണ്ടാക്കിയെന്ന് പുള്ളിയോട് ചോദിക്കണം ചോദിച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഭാവിയിലെങ്കിലും ഒരു കൃഷിത്തോട്ടം സ്വന്തമാക്കാനുള്ള താല്പര്യമുണ്ടോ, ആഗ്രഹമുണ്ടോ? ഇഷ്ടാട്ടാ, കൃഷിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പല കൃഷിയുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ വേറൊരു പേരുണ്ട്. കൃഷിക്ക് ഇപ്പൊ ഇങ്ങനെ പറയില്ല, ഭയങ്കര കൃഷിയാന്ന് പറയില്ല, പൈസ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തൊരു കൃഷി എന്ന് പറയും. അങ്ങനെ എന്താണ്ടൊക്കെ പേരില്ല. ആണോ? എനിക്കറിയില്ല, അങ്ങനെയൊക്കെ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഒന്നും അറിയില്ല. പിന്നെ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കണം ആധികാരികമായി. നൈസ് തോട്ടാട്ടെ. ഈ പടവലമുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. ഇതിനെന്താ ഇവിടെ പറയാ? കപ്പക്ക. ഞങ്ങളുടെ കപ്പളങ്ങ എന്ന് പറയും. രണ്ടും ഒരു ക്ലായിര വ്യത്യാസമല്ലോ. പിന്നെ ചീര, കുക്കുംബർ, രസമാണ്. നല്ല കുക്കുംബറൊക്കെ ഇവിടുന്ന് മേടിക്കാം. അതാകുമ്പോ ഒരു ഇതിന് നമ്മള് സാധാ മേടിക്കുന്നിടത്ത് നമ്മുടെ മുന്നിൽ വളരണില്ലേ, നമ്മുടെ മുന്നിൽ കിടന്ന് വളർന്ന കുട്ടിയാന്നൊക്കെ പറയുന്നത്. കുക്കുംബർ കടിച്ച് പറക്കാൻ വേണ്ടിട്ടല്ലേ? നമ്മുടെ കണ്ണും മുന്നിൽ വളർന്നതാ. അയ്യോ, ഇത്ര മുതൽ എനിക്ക് അറിയാമെന്ന് പറയില്ല. ഓക്കെ, അപ്പോ ഇനി നമുക്ക് വീണ്ടും ബാക്ക് ടു വിശേഷം. ഓക്കെ, അപ്പോ ഈ കോമഡി സ്റ്റാർ ആ സ്റ്റേജ് ആ സമയമൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങളൊരു ടീമായി വിന്നേഴ്സ് ആവുന്നു, അത്രമാത്രം ഒരു ചാമ്പ്യൻ ടീം ആവുന്നൊക്കെ കരുതിയിരുന്നു? ഇല്ല. പക്ഷെ അത് ഭയങ്കര അത് നമ്മള് ഏത് റിയാലിറ്റി ഷോയിൽ വരുന്ന കണ്ടസ്റ്റന്റ് ആയാലും തുടങ്ങുമ്പോൾ അവന്റെ ആഗ്രഹം ഇതിന്റെ ടൈറ്റിലായിരിക്കും. ഇപ്പൊ സ്റ്റാർ സിംഗറിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കപ്പ് എടുക്കുക, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ കപ്പ് എടുക്കുക. കോമഡി സ്റ്റാർസിൽ വരുമ്പോഴും ഞാനും ബിഗ് ബോസിൽ കപ്പെടുക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. അതുപോലെ കോമഡി സ്റ്റാർസിൽ വരുമ്പോൾ നമ്മുടെ ആഗ്രഹം അതിന്റെ കപ്പ് അല്ലെങ്കിൽ ടൈറ്റിൽ വിന്നർ എന്നുള്ള പരിപാടി തന്നെയാണ്. കാര്യം നമ്മുടെ തൊട്ടു മുന്നത്തെ സീസൺ നോബി ചേട്ടൻ, നെൽസണ്ണൻ, ബിനുവണ്ണൻ, രാജേഷേട്ടൻ അവരുടെ ടീമാണ്. അത് കണ്ടിട്ടാണല്ലോ ഇൻസ്പിറേഷൻ ആണല്ലോ നമ്മളിങ്ങോട്ട് ഫുള്ള്. ഞാൻ കോമഡി സ്റ്റാർ സീസൺ 1 റെഗുലർ എല്ലാ ശനിയാഴ്ച അവൻ കാത്തിരിക്കും. ശനി ഞായറായിരുന്നല്ലോ, അയ്യോ കാത്തു നിൽക്കും. ആ സമയമാകുമ്പോൾ രാത്രി ആ ടൈം ആയി കഴിഞ്ഞാൽ അന്ന് നമ്മൾ മുന്നേ പറയുന്ന കേട്ടിട്ടുണ്ട്, അന്ന് വേറെ ഷോ കോമഡി സ്റ്റാർസ് കത്തിയെന്ന് പറഞ്ഞാൽ ഇന്ന് പറയാൻ പറ്റില്ല, അമ്മാതിരി കത്തലാണ്. ഏത് വീടിന്റെ ഫ്രണ്ടേ പോയാലും ജയദീപ് സാറിന്റെ പാട്ട് കേൾക്കാം തുടക്കത്തില്. അപ്പൊ അങ്ങനത്തെ വരും. അപ്പൊ അത് കണ്ടിട്ട് ഒരു തന്നെ അപ്പൊ ഒരു അത് പ്രതീക്ഷിച്ചില്ല, ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് കിട്ടിയപ്പോ വലിയ സന്തോഷം. ഈ ബിഗ് ബോസ് കാണാമായിരുന്നു അതിന് മുമ്പിലത്തെ സീസണിലൊക്കെ? എന്റെ തൊട്ടു മുന്നത്തെ സീസൺ കാണുമായിരുന്നു. ഫുള്ള് കണ്ടിട്ടുണ്ട്, എല്ലാ സീസണും കണ്ടിട്ടുണ്ട്. മുന്നത്തെ കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കാണുന്നത് ഇഷ്ടമായിരുന്നോ? ആസ്വദിച്ചിരുന്നു അത്രയും? അതായത് സ്വന്തം മത്സരം വന്ന ശേഷം അല്ലാതെ ആസ്വദിച്ചിരുന്നു. എനിക്ക് ഇഷ്ടമായി ഈ പരിപാടി. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വേറൊരു ടൈപ്പ് ഓഫ് പരിപാടിയാണ്. എല്ലാം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ആളിന്റെ എല്ലാ കാലിബറും യൂസ് ചെയ്യാൻ പറ്റും അവിടെ. നമുക്ക് കുറച്ച് കൂർമ്മ ബുദ്ധി ഉള്ള ആൾക്കാരുണ്ടാവും. ഇന്റലിജന്റ് ആണോ കുറച്ചൊക്കെ അവിടെ? ഇന്റലിജൻസ് ആണോ ക്രാഫ്റ്റ് ആണോ അതിന്റെ അകത്ത് ഒരു പ്രധാന സംഭവം? ഇന്റലിജൻസ് ആണെന്ന് തോന്നുന്നു. എന്റെ ഒരു ഇതില് ഇന്റലിജൻസ് ആണ്. നമ്മുടെ ബുദ്ധിപരമായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ബുദ്ധിപരമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ കുറെയൊക്കെ ഇപ്പൊ ഫിസിക്കൽ ടാലന്റ് കൊണ്ടും മുന്നോട്ട് പോകുന്നവരുണ്ട്, ഈ ടാസ്ക് കളിച്ചിട്ട് അങ്ങനെ പോകുന്നവരുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ രണ്ടും വേണം, എല്ലാം വേണം. ഈ ഒരു തരത്തിലുള്ള ഫീഡ്ബാക്കും അതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല, ഈ പുറത്തുനിന്നുള്ള ഒന്നും കിട്ടില്ല, ഒന്നും കംപ്ലീറ്റ്ലി അടച്ചിട്ടിരിക്കുന്നു. അതെ. പിന്നെ ചിലപ്പോ അമ്മാതിരി ബുദ്ധിയൊക്കെ, എനിക്കൊന്നും അത്ര ബുദ്ധിയൊന്നുമില്ല. ഇപ്പൊ ലാലേട്ടൻ വന്നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മൾ മുന്നേ ചെയ്ത കാര്യത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ പുള്ളിയുടെ എന്നൊരു ഹിന്റ് ആയിരിക്കും. മീൻസ് നമ്മുടെ ഗെയിം നന്നായിട്ട് പോകുന്നു എന്നുള്ളൂ അല്ലെങ്കിൽ മോശമായിട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഹിന്റ് ആയിരിക്കും പുള്ളി തരുന്നത്. ആ ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആരായും. അപ്പൊ ബിഗ് ബോസിന്റെ നെക്സ്റ്റ് സീസൺ വരാൻ പോകണല്ലോ മാർച്ചില്. അപ്പോ ഈ ലാലേട്ടനൊക്കെ കണ്ട സമയവും ആദ്യമായിട്ടാണോ ലാലേട്ടനെ അവിടെ വെച്ചാണോ പരിചയപ്പെടുന്നത്? ഇല്ല, പരിചയപ്പെടുന്നത് ആദ്യമായിട്ടാ, പക്ഷെ കണ്ടിട്ടുണ്ട് മുന്നേ. ഷൂട്ട് നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അല്ലാതെ കണ്ടിട്ടുണ്ട്. ഈ ഏഷ്യാനെറ്റിന്റെ ഇവന്റ്സിനൊക്കെ പോണ സമയത്ത്, ഫിലിം അവാർഡിനൊക്കെ പോയ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ നെക്സ്റ്റ് സീസണിലെ ഒരു സാധ്യതകൾ എന്തെങ്കിലും അറിയാമോ? ഈ പലതും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഇന്റർവ്യൂ പ്രോസസ് എങ്ങനെയാണ്? ഇന്റർവ്യൂ ഉണ്ട്. അതെങ്ങനെയാണ് പ്രോസസ്? എങ്ങനെയാ? അത് എനിക്ക് സൂമിലായിരുന്നു ഇന്റർവ്യൂ. അല്ല, ആദ്യം അവരല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്?
രണ്ട് രീതിയുണ്ട്. നമ്മൾ അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്, അവര് സെലക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണെങ്കിലും ഇന്റർവ്യൂ ഉണ്ട്. അവര് ഓൾറെഡി ഇന്റർവ്യൂ ചെയ്യും. നമ്മളിപ്പോ ഇനി എന്ത് നമ്മൾ ഫെയിമാന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും നമ്മളെ അതിനകത്ത് കൊണ്ടിടുന്നതുകൊണ്ട് അവർക്കൊരു ഉപയോഗം വേണ്ടേ? നമ്മൾ അതിനകത്ത് പോകാൻ പറ്റിയ ആളാണെന്ന് അവർക്ക് അറിയണ്ടേ? അപ്പൊ അതിന് വേണ്ടിട്ട് അവർ ഇന്റർവ്യൂ ചെയ്യും. അതില് അവർക്ക് ഇംപ്രസ് ആവുന്നവരെയാണ് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അതായത് ആലോചിച്ച് നോക്കണം, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ കൊണ്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇവരുണ്ടാവും. ഇപ്പൊ മനസ്സിലായില്ലേ? ആ ഷോയിൽ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അങ്ങനെ തുടങ്ങി ഇവര് വിളിക്കുന്നത് ഉൾപ്പെടെ തൊട്ട് എത്ര പേരായിരിക്കും ഒരു വർഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? അതിൽ നിന്ന് വെറും 18 പേരാണ് ഈ ഒരു വർഷം ഈ ഷോയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ 18 എന്ന് പറയുന്ന ഫിൽറ്ററിങ് ഞാൻ ഇരുന്ന് ആലോചിക്കാറുണ്ട്, അത് എങ്ങനെ ഒരു ഫിൽറ്റർ ചെയ്യുന്നുള്ളത് ഈ 18ലേക്ക്. അത് 100-ൽ നിന്നാണ്, 100കളിൽ നിന്നാണ് ഈ 18ലേക്ക് വരുന്നത്. അപ്പൊ അതൊരു ഭയങ്കര പ്രോസസ്സാണ് ഇന്റർവ്യൂ. 2 ഇന്റർവ്യൂ എന്റെ ഒരു അറിവിൽ കൂടുതലുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇനി അപ്പൊ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ കോമഡി ഫെസ്റ്റിവൽ പറഞ്ഞു. ഇനി കോമഡി സ്റ്റാർസ് പറഞ്ഞു. സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛന് റബ്ബർ ടാപ്പിംഗ് ആണ്, അമ്മ ഹൗസ് വൈഫ് ആണ്, പിന്നെ കുഞ്ഞു കടയുണ്ട്. അനിയൻ അമ്പലത്തില് ശാന്തിയാണ്. പിന്നെ 2 അനിയന്മാരോട് ഉണ്ട്. അത് നിങ്ങൾ 4 പേരാ? അത് കസിൻസ് ആണ്, പക്ഷെ ഞങ്ങള് 4 പേരാണ് ഒരുമിച്ചാണല്ലേ. അപ്പൊ അവര് 2 പേര് PSC വർക്ക് ചെയ്യുന്നുണ്ട്, പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ പരിപാടിയൊക്കെയാണ്. അപ്പൊ ഇനി എന്താ വീട്ടിലേക്ക് അടുത്ത ആളെന്നോ? വീട്ടിലേക്ക് അടുത്ത ആൾ കൊണ്ടുവരണ്ടേ? നിങ്ങൾ പോയിട്ട് അടുത്ത ആൾ ആര് വരുന്നു അതാണ് അടുത്ത ആൾ. ഇപ്പം നിങ്ങൾ പോയിട്ട് അടുത്ത ആൾ എപ്പോ വരുന്നു അത് അടുത്ത ആൾ. ഒന്ന് ഒതുക്കണ്ടെന്നാ ചോദിച്ചത്, കെട്ടി. ഇപ്പൊ എന്തായാലും തൽക്കാലം ഒതുങ്ങാൻ ഒരു പ്ലാനും ഇല്ല. കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ്, മീൻസ് കരിയർ വൈസ് ഒക്കെ കുറെ സിനിമകൾ ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫാമിലി ലൈഫ് പിന്നെ നോക്കാം എന്നുള്ള പരിപാടി. എത്ര പ്രേമം ഉണ്ടായിരുന്നു? എത്ര പ്രേമം ഉണ്ടായിരുന്നു കേൾക്കാത്ത പോലെ? എന്നെ എത്ര പേര് പ്രേമിച്ചു എനിക്ക് സീരിയസ് ആയിട്ട് പറയില്ല. എനിക്ക് പ്രണയങ്ങൾ വളരെ കുറവായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഞങ്ങൾ ഒരുപാട് പ്രണയമൊന്നുമില്ല. കോളേജിൽ വെച്ചുണ്ടായിരുന്നു, അതിനുശേഷം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അങ്ങനെ പ്രണയം എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. താല്പര്യമില്ല. ഇല്ല, ഫ്രീ ആണെന്ന്. ഓക്കെ. പ്രണയിച്ച് കല്യാണം കഴിക്കാനാണ് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ കല്യാണം എന്ന് പറയുന്ന പരിപാടി ഫാമിലി ആവണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് വളരെ സീരിയസ് ആയിട്ട് തോന്നുന്ന സമയത്ത്, ആ സമയത്ത് നമ്മളൊരു എടുക്കൂല, ഇനിയിപ്പം ഒന്ന് കെട്ടാം, ഒതുങ്ങാം എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്ത് സമയമായിട്ടില്ല. ഇല്ലില്ല. അപ്പൊ പ്രണയിക്കാനാണ്. നിർബന്ധിക്കുന്നില്ലേ? അവര് നിർബന്ധിച്ച് തളർന്നു. പിന്നെ അതുകൊണ്ട് ഈ ഇത്രയും ഫെയിം ഒക്കെ വന്നപ്പോ ഒരുപാട് പിന്നെ എന്താ പറയാ റിക്വസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. എന്താണ് കല്യാണ റിക്വസ്റ്റ് മാത്രമല്ല, പ്രണയാഭ്യർത്ഥന അതൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അന്നേരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഈ സോഷ്യൽ മീഡിയയിൽ വന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കുമോ? കുറവാ. ഞാനീ രാവിലത്തെ മഞ്ഞ അല്ല, ഈ റിപ്ലൈ കൊടുക്കും, ചിലതൊക്കെ കൊടുക്കും, ചിലത് കാണാറില്ല, കൊറേയൊക്കെ കൊടുക്കും. എനിക്ക് പണ്ട് പോലെ ഈ എപ്പോഴും ഇരുന്ന് ഇങ്ങനെ ഈ ചാറ്റ് നോക്കുക ആ പരിപാടി പണ്ടേ ഇല്ല. പക്ഷെ ഞാൻ ഇത് കാണും, ഈ രണ്ടും എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എപ്പോഴും ഇൻസ്റ്റ എപ്പോഴും റീൽസ് ഞാൻ കണ്ടുകൊണ്ടേയിരിക്കും. വീഡിയോസ് ഒക്കെ സജീവമായിട്ട് മെസ്സേജ് കുറെ പേര് പരാതി. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മെസ്സേജ് തരും. അപ്പൊ ഞാൻ നോക്കുമ്പോ അവര് എനിക്ക് കുറെ നാൾ കൊണ്ട് മെസ്സേജ് അയക്കായിരിക്കും. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഞാൻ അതൊക്കെ കാണുമ്പോൾ റിപ്ലൈ കൊടുക്കും. റെഗുലർ ആയിട്ട് ആർക്കും അങ്ങനെ കൊടുക്കണം. അത് ശീലമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ ജാടയോ മനഃപൂർവ്വം അല്ല കേട്ടോ. ഫുഡ് എങ്ങനെയാ? വെജ്, നോൺ വെജ് എല്ലാം കഴിക്കും? എനിക്കങ്ങനെ. മീൻ ഇഷ്ടമാണോ? മീനാണ് എന്റെ ഏറ്റവും ഫേവററ്റ് പഴങ്കഞ്ഞിയാണ് രാവിലെ. പിന്നെ മീന് ചൂരമീൻ, മത്തി, ഇതൊക്കെയാണ് എന്റെ ഫേവററ്റ്. നമ്മൾ ഈ വിഴിഞ്ഞത്ത് പോയിട്ടുണ്ടോ രാവിലെ? പിന്നെ ഈ വിഴിഞ്ഞത്തെ ഭയങ്കര രസമുള്ള കാഴ്ച നമുക്ക് ആ ഒരു ഒന്ന് കാണിച്ചിട്ട് വരാം. നമുക്ക് വിഴിഞ്ഞത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീനുകൾ ഇങ്ങനെ വരുന്നു, ബോട്ടുകൾ വരുന്നു, അവിടെ ലേലം വിളി രാവിലെ പോകണം. അപ്പോ നമ്മുടെ ഭവ്യ പാർവതി അവിടെ ഒന്ന് പോയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോ വിഴിഞ്ഞത്തെ ആ രാവിലത്തെ ഭവ്യ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അത് ഞാനിപ്പോഴും സോറി കേട്ടോ, ഞാൻ ഭവ്യ പറയുന്ന ഞാൻ ഈ പെട്ടെന്ന് വിചാരിക്കുന്ന ഈ നോർത്തിലുള്ള ഏതോ ആരോ ഇവിടെ സന്ദർശിച്ചു ഭവ്യ പാർവതി. ഇത് കണ്ണൂർ കാസർഗോഡ് പ്രദേശത്തു നിന്നുള്ള ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു പാവം കൊച്ചാണ്. ഓക്കെ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അങ്ങനെ ആരോ ഈ സ്വാമി പരിപാടി ഉണ്ടോ? അല്ലല്ല,
ഭവ്യ പാർവതി എന്നുള്ള പേര് കേട്ടപ്പോൾ ഞെട്ടനാ. ഓക്കെ, എന്നാലും ഭവ്യ പാർവതി വിഴിഞ്ഞത്ത് പോയിരുന്നു. നമുക്ക് വിഴിഞ്ഞത്തെ കഥ കണ്ട ശേഷം മടങ്ങിയെത്താം കുട്ടിയാക്കില്ലേ. നമസ്കാരം. ഈ പുലരിയിൽ ഞങ്ങളുള്ളത് വിഴിഞ്ഞത്താണ്. രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ. ഇന്നലെ പോയ ബോട്ടുകളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മത്സ്യലേലം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം വരുന്നതിന് വലിയ പ്രതീക്ഷയിലാണ്. ഒപ്പം ചെറിയ ആശങ്കയുമുണ്ട് ഇവിടുത്തുകാർക്ക്. നമുക്ക് എന്തായാലും നേരെ ഇവരുടെ വിശേഷങ്ങൾക്ക് പോകാം. കാലാവസ്ഥ അനുസരിച്ചാണ് ഇപ്പോൾ മീൻ ഇവിടെ കിട്ടുന്നത്. ഒരു 15 കൊല്ലത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ ആലടി മാസം നല്ല മീനായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഈ വിഴിഞ്ഞ മേഖലയിൽ ഹാർബർ വരുന്നതിൽ ഞങ്ങൾക്ക് നല്ലതാണ്. ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്താണ് കൊണ്ടുവന്നത്. ஆனால் ഇപ്പം വരുന്ന ഹാർബറിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭീഷണിയാണ്. വലിയൊരു ആപത്താണ് ഞങ്ങൾക്ക് ഇനി നേരിടാൻ പോകുന്നത്. വെള്ളത്തിൽ കിടക്കുന്നവരുടെ സാഹസികത പുറത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റൂല. ഞങ്ങളുടെ ഉപജീവനമാണ് കടൽ. എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. ഞാൻ 10-25 വർഷമായി ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതുകൊണ്ടാണ് എൻ്റെ മക്കളെ വളർത്തുന്നത്. കരയ്ക്ക് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കൊഞ്ച് വരുന്നത്. ഈ വർഷം കൊഞ്ചിന്റെ ഒരു അംശം പോലും വന്നിട്ടില്ല. എന്തുകൊണ്ട്? ഈ ഹാർബറിന്റെ പണി നടക്കുന്നുണ്ട്. വരുന്ന മന്ത്രി ആയിരിക്കട്ടെ, ഇപ്പം ഇരിക്കുന്ന മന്ത്രി ആയിരിക്കട്ടെ, വാഗ്ദാനം മാത്രം നമുക്ക് സുരക്ഷിതയില്ല. അത് നടപ്പിലാക്കണം. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ ഇതുപോലെ മഹാപദ്ധതികൾ വരുമ്പോൾ ഏത് സ്ഥലത്തായിരുന്നാലും ജനങ്ങൾ സ്വീകരിക്കും. ചേട്ടാ, ഇതെന്ത് മീനാ? ഇത് വാള. ഇത് വാള. പിന്നെ മറ്റേ വന്നിട്ട് അയില. ഇതാണ് അയില. നിങ്ങൾ എപ്പോൾ പോയതാ ബോട്ടിൽ? ഞാൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ഇവിടെ തിരിച്ചത്. എങ്ങനെയാ, നല്ല കച്ചവടം ഉണ്ടാവോ? ഇന്ന് കഴിഞ്ഞ ആഴ്ച പൂരാ പോയിട്ട് ഒരു വല ഇല്ലായിരുന്നു. ഇന്നാണ് 5000 രൂപ ഇട്ട് ശേഷം. ചേട്ടാ, ഇപ്പം വിഴിഞ്ഞം പോർട്ട് വരുവാണ്. അതെങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന വിചാരിക്കുന്നത്? ഞങ്ങളെ ബാധിക്കുമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ എങ്ങനെ കൊണ്ടുപോകുന്നും ഏത് സ്ഥലത്തിൽ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കേ അറിയില്ല. ഇപ്പം പോർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ സമരവും വലിയ കാര്യങ്ങളൊക്കെ ആയി. ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് ഇതുവരെ സമരത്തിന് ചേട്ടൻ അനുകൂലമായിരുന്നു. എല്ലാ ക്രിസ്ത്യാനികളും ചേർന്നുള്ള സമരമാണ് കടലിൽ പോകുന്നവർ. പിന്നെ അതിനു വേണ്ടി ഇപ്പോൾ ഒരു സമരമൊക്കെ കഴിഞ്ഞ് ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രശ്നങ്ങളില്ലാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇനിയും പോർട്ട് കിട്ടുന്ന ഇവിടെ ആർക്കും ഒരു എതിർപ്പില്ലെന്ന് പറയുമ്പോൾ കൊടുക്കേണ്ട കോമ്പൻസേഷൻ കൊടുത്തിരുന്നാൽ ഒരു കുഴപ്പങ്ങളില്ലാതെ പോർട്ട് കെട്ടിക്കൊണ്ട് പോകും. എന്തായാലും കച്ചവടമൊക്കെ കുറവാണ്. വളരെ മോശം. ചേട്ടന് ഈ തുറമുഖം വരുന്നത് ഏതെങ്കിലും തരത്തിൽ ചേട്ടനെയോ ചേട്ടൻ്റെ കുടുംബത്തെയോ ചേട്ടനെ അറിയപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ബാധിച്ചിട്ടുണ്ടോ നേരിട്ട്? നേരിട്ട് മത്സ്യത്തൊഴിലാളി ഞങ്ങൾ എൻ്റെ ബന്ധുക്കളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ബിസിനസ് മേഖലകളെയും എല്ലാം ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ ബോട്ട് വരുന്നതുമായിട്ടുള്ള പ്രവർത്തനത്തിന് മേലെ ഇനി വിലയിരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പം നിലവിൽ നമുക്ക് ഈ പോർട്ട് ഇവിടെ വന്നത് കാരണം, ചുറ്റിപ്പോകുന്നത് കാരണം എണ്ണ കൂടുതലായിട്ട് ആവശ്യം വരുന്നുണ്ട്. പിന്നെ തൊഴിൽ രഹിതരായ കട്ടമരക്കാർ, ഇവിടെ നമ്മുടെ കരയ്ക്ക് പണിക്ക് പോകുന്ന ബലപ്പെടുന്നവർ, ഇവരെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു പല ആളുകളെയും ബാധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ബാധിക്കുന്ന ആളുകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് പറയുന്നുണ്ട്. അതിനോട് എങ്ങനെ യോജിക്കുന്നത്? ഇതുവരെയും നൽകുമെന്ന് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. ഈ തുറമുഖം വരുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറമുഖം തുറമുഖമെന്ന് വിചാരിച്ചപ്പം ഇത്രയും ഡെവലപ്പായിട്ടുള്ള തുറമുഖമാണെന്ന് ഞങ്ങളാരും ഞങ്ങൾക്കറിയാം മത്സ്യത്തൊഴിലാളി. അങ്ങനെ ഇപ്പോഴത് പണി ചെയ്ത് വന്നപ്പോൾ കിലോമീറ്ററുകളോളം അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഇത് നിർത്താനും പറ്റത്തില്ല. അത് ചോദിക്കാനൊരു കാരണമുണ്ട്. ഈ ഇതിനെ എതിർത്തവരൊക്കെ ഇനിയിപ്പോൾ സർക്കാർ തയ്യാറാക്കിയ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനെ എതിർത്തവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതായാലും സർക്കാർ ഒരു 40-50% പണി ചെയ്തു കഴിഞ്ഞ്
വലിയൊരു മാസമായ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സീസൺ വരുമ്പോൾ തന്നെ 4 മാസത്തോളം ഇവിടെ വന്ന് ചേർന്നത് കന്യാകുമാരി മുതൽ നമ്മുടെ 5 തെങ്ങുകളുള്ള ജനങ്ങൾ ഇവിടെ വന്നാണ് തൊഴിലെടുക്കുന്നത്. ഇവരെയെല്ലാം ഇനി ഈ തൊഴിൽമേൽ ഇവർക്കെല്ലാം പ്രശ്നങ്ങൾ വരുമോ, വലിയ വലിയ കൂറ്റൻ ഷിപ്പുകൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാവുമെന്നുള്ള ഞങ്ങൾക്ക് ആശങ്കകൾ ഉണ്ട്. ആശങ്കകളെല്ലാം അകന്നിട്ടില്ല. എന്നാലും ഞങ്ങൾ ഇപ്പോൾ വികസനത്തിന് ഞങ്ങളുടെ ലത്തിൻ സമുദായം എവിടെയായിരുന്നാലും ശരി തന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുടങ്ങിയത് മുതൽ എല്ലാ സ്ഥലങ്ങളും നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ വികസനത്തിന്. പക്ഷേ ഞങ്ങളുടെ ആ ജനതയെ ഞങ്ങൾ എപ്പോഴും അവർ വാഗ്ദാനത്തിൽ ഒതുക്കി. ആ ഒരു ഇതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഭയപ്പെടുന്നത്. ആ വാഗ്ദാനത്തിൽ ഒതുക്കരുത്. ബാധിക്കപ്പെട്ട എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ആ മേഖലയിലുള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും സർക്കാർ വാഗ്ദാനം കൊടുക്കുന്നവരെ പാലിക്കണം. മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടപരിഹാരത്തിനുള്ള ഇത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ വീടുകൾ ഭവനരഹിതരായിട്ടുള്ള 1400 വീട് കൊടുക്കാവുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുക. സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചാൽ ഇതുപോലെ മഹാപദ്ധതികൾ വരുമ്പോൾ ഏത് സ്ഥലത്തായിരുന്നാലും ജനങ്ങൾ സ്വീകരിക്കും. പരിപാടികൾ വരുന്നതിന് മുമ്പിൽ പറയും ഞങ്ങൾ ഇത് ചെയ്യാം അത് ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ അന്ന് ജിയോ ആക്കി മേടിച്ചോ, എഗ്രിമെൻ്റ് വെച്ചോ. സർക്കാർ ആർക്കാണ് എഗ്രിമെൻ്റ് വെച്ച് തരുന്നത്? പദ്ധതി വരുമ്പോൾ ജനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അത് ജനങ്ങൾ കേൾക്കുന്നു. എന്നാലും ഞങ്ങളിപ്പോൾ സർക്കാരിനെ വിശ്വസിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വീണ്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും അതിലെന്തെങ്കിലും പാഴ്ച വന്നാൽ തീർച്ചയായിട്ടും ആൾക്കാർ മത്സ്യത്തൊഴിലാളികളാണ്. അവരെല്ലാവരും അവരുടെ ഉപജീവന മാർഗം കടലാണ്. അല്ല കരയ്ക്കിരിക്കുന്നവർ പറയുന്നത് പോലെയല്ല. അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഞങ്ങൾ എവിടെ വിട്ടാലും ഒഴുക്കിനനുസരിച്ചാണ് ഞങ്ങളുടെ ഏറ്റനങ്ങൾ ഒഴുകിപ്പോകുന്നത്. അതിന് എന്ത് പറഞ്ഞാൽ അത് വെള്ളത്തിൽ കിടക്കുന്നവരുടെ സാഹസികത പുറത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ഉപജീവനമാണ് കടൽ. കടലിൽ നിന്ന് കിട്ടുന്നതാണ് ഞങ്ങളുടെ ഉപജീവനം. അത് സർക്കാർ മുഖവരിക്ക് എടുക്കണം. തീരദേശം മത്സ്യത്തൊഴിലാളികളുടെ മേഖലയാണ്. തീരദേശത്തിൽ അനേകം 5 അങ്ക് തൊട്ട് നമ്മളെ കന്യാകുമാരി തമിഴ്നാട് വരെ വിഴിഞ്ഞ മേഖലയിലാണ്, ഹാർബറിലാണ് ഫിഷിംഗ് നടത്തുന്നത്, മീൻ പിടിച്ച് സുരക്ഷിതമായിട്ട് വരുന്നത്. അപ്പോൾ ഈ വിഴിഞ്ഞ മേഖലയിൽ ഹാർബർ വരുന്നതിൽ ഞങ്ങൾക്ക് നല്ലതാണ്. ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്താണ് കൊണ്ടുവന്നത്. ஆனால் ഇപ്പം വരുന്ന ഹാർബറിൽ ഞങ്ങൾക്ക് എല്ലാവരും ഭീഷണിയാണ്. വലിയൊരു ആപത്താണ് ഞങ്ങൾക്ക് ഇനി നേരിടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഊക്കം കപ്പലുകൾ ഈ മേഖലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഉൾക്കടലിൽ ഓടിക്കൊണ്ടിരിക്കും. ആ മേഖലയിലാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നത്. ഈ മീൻ പിടിക്കുന്ന ഭാഗത്ത് ഞങ്ങൾക്ക് എന്നും അപകടമാണ്. രേഖാമൂലം എഴുതി കൊടുത്ത് അത് റിപ്പോർട്ട് ഏത് മന്ത്രി ആയിരിക്കട്ടെ, വരുന്ന മന്ത്രി ആയിരിക്കട്ടെ, ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രി ആയിരിക്കട്ടെ, വാഗ്ദാനം മാത്രം നമുക്ക് സുരക്ഷിതയില്ല. അത് നടപ്പിലാക്കണം. ഞങ്ങൾക്ക് പല വാഗ്ദാനം തന്നാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത്. എന്നാൽ ഹാർബർ വരുന്നത് എല്ലാവരും നല്ലതെന്ന് പറയുന്നു. ஆனால் മത്സ്യത്തൊഴിലാളിക്ക് എന്താണ് ആപത്ത് വരുന്നത് ആരും പറയുന്നില്ല. കാലാവസ്ഥ അനുസരിച്ചാണ് ഇപ്പോൾ മീൻ ഇവിടെ കിട്ടുന്നത്. അതില്ലാതെ വേറെ ആലടി മാസം എന്ന് പറയുമ്പോൾ ഒരു 15 കൊല്ലത്തിന് മുമ്പൊക്കെ ആണെങ്കിൽ ആലടി മാസം നല്ല മീനായിരുന്നു. ഇപ്പോഴതൊന്നുമില്ല. ഇപ്പോൾ കച്ചവടം കുറവാണ്. കച്ചവടം വള്ളക്കാർക്ക് മീനില്ല. അവർക്ക് 10,000-8,000 രൂപ ചിലവാക്കി പോകുമ്പോൾ അവർ കിട്ടുന്നത് ചിലപ്പോൾ കിട്ടിയെന്നും വരും, ചിലപ്പോൾ കിട്ടിയില്ലാന്നും വരും. എവിടെ എന്നും കച്ചവടത്തിന് പോകാറ്? പുളുങ്കുടി. ഓക്കെ, അപ്പൊ വിഴിഞ്ഞത്തെ കാഴ്ചകളുമായിട്ടാണ് ഭവ്യ ചേർന്നത്. അവിടുത്തെ രാവിലത്തെ തിരക്ക്, അവിടുത്തെ വളരെ സജീവമായിട്ടുള്ള സ്ഥലം, അപ്പൊ അതൊക്കെ കണ്ടു. എന്നാലും അഖിലേ, നമുക്ക് ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള സമയമൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ലൈവ് എങ്ങനെയുണ്ടായിരുന്നു? രസമായിരുന്നു. അല്ല, ഇത് വേറൊരു രസമായിട്ടാണ്. നമ്മൾ കുറച്ചു നേരം സംസാരിക്കുന്നു, അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അടുത്ത് സംസാരിക്കാൻ പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ പോലെ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു, ഇനി ഡാൻസ് കിടക്കട്ടെ. അതിന് കുറച്ച് ഡാൻസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു പാട്ട് പോകും. പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് കയറണം കേട്ടോ. ഓക്കെ, ഗ്രീൻ റൂമിൽ ഇരിക്കുന്നു, അടുത്ത് അവിടെ കഴിഞ്ഞു കയറാം. ആദ്യത്തെ ഒരു വാഗ്ദാനം ഞാൻ മറന്നു എന്ന് വിചാരിക്കരുത്. അതാണോ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞത്? സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഒന്ന് പൊളിഞ്ഞോട്ടെ, പൊളിയാണെങ്കിൽ അത് ഒരു പബ്ലിസിറ്റി ആണല്ലോ. നമ്മൾ അങ്ങനത്തെ ഒരു ലൈനാണല്ലോ ആലോചിക്കേണ്ടത്. അങ്ങനെയല്ല, എന്താ അറിയോ, പൊളിയും, പിന്നെ അത് വേണ്ട, ഉറപ്പായിട്ട്. ഒന്ന് ഞാൻ ഇത് ചെയ്യാറില്ല. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രോളിക്കൊണ്ട് ആവശ്യത്തിന് കിട്ടുന്നില്ലേ? ഇഷ്ടംപോലെ കിട്ടുന്നു. പിന്നെ ഞാനായിട്ട് അതിനുള്ളത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഈ ദിവസങ്ങളൊക്കെ കുറെ സ്റ്റേജ് ഷോസ് ഒക്കെ ഇല്ലേ? ഉണ്ട്, നാളെ ഉണ്ട്. ഇനിയിപ്പോ അടുപ്പിച്ചൊരു 3 ഷോസ് ഉണ്ട്. ഈ ഇത് മുഴുവൻ എവിടെയാ സൂക്ഷിക്കുന്നത്? ഏതാ ഈ കിട്ടുന്ന വരുമാനം? HDFC-ല്. ഓ, ആദ്യം പറഞ്ഞ ലോൺ സേഫാണ്. എന്റെ കയ്യിൽ വരുന്ന ഒരു പൈസ പുറത്തു പോകുന്നില്ല. ഫുൾ HDFC. ബ്രാൻഡ് അംബാസഡർ ആക്കാൻ തോന്നുന്നു കേരളത്തിലേക്ക്. ഓക്കെ, അപ്പം ഇനിയൊരു വലിയ പ്രൊജക്ട് വരികയെന്ന് വരുന്നു.
ഒരു വലിയൊരു ഒരു ബാഹുബലി ഒരു പ്രൊജക്ട്. ബാഹുബലിയാകാൻ വേണ്ടിയിട്ട് കുട്ടിയകലിനെ ക്ഷണിക്കുകയാണ്. ഒരു ബാഹുബലി 3 ആണെന്ന് വരുന്നത്. പ്രഭാസ് മാറുന്നു, സ്വീകരിക്കില്ലയോ? ഉറപ്പായിട്ട് എനിക്കൊരു 2 മാസം സമയം ഞാൻ ചോദിക്കും. ഞാൻ ഇപ്പോൾ ഓൾറെഡി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 2 മാസം സമയം ചോദിക്കും. ഞാനൊരു 15 കിലോ കൂട്ടും. ഞാനൊരു 82 കിലോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് ചെയ്യാൻ പോകും. ഉറപ്പാണോ? അല്ലാതെ ബാഹുബലി എനിക്കോ അയ്യോ ഞാൻ ബാഹുബലി അത് ഞാൻ ബാഹുബലി വിളിച്ചാൽ ഉറപ്പായിട്ട് പോകും. ഓക്കെ, ഇനി സിനിമയിലേക്ക് വരുമ്പോ സിനിമയിൽ ഒരു ആക്ഷൻ സീക്വൻസോ അല്ലാതെ കൊല്ലം ചെയ്തിട്ടുണ്ടോ ഈ ദിവസങ്ങളിൽ? ആക്ഷൻ സീക്വൻസ് ഇപ്പൊ നമ്മൾ ഞാൻ ഭയങ്കര മാസ് പടത്തിന്റെ ആരാധകനാണ്. എനിക്ക് ഇടിപ്പടമൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഈ വേറെ നമ്മുടെ ബാലയ്യയുടെ ഒക്കെ തെലുങ്ക് പടങ്ങളിൽ ഇപ്പൊ കഥയൊക്കെ ഒന്നും കാണൂലായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇടിക്കണതും ഇങ്ങനെ ചവിട്ടുമ്പോ 3 പറക്കുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സിനിമയില് നമുക്ക് എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒന്നല്ല. എനിക്ക് അങ്ങനെ ഫൈറ്റ് പരിപാടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ചെറിയ ഇപ്പം ആനന്ദപുരം ഡയറീസിലേക്ക് ചെറിയ അടിപ്പിടിയില്ല, നമ്മൾ ഈ ജംഗ്ഷനിലേക്ക് അതൊക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഈ കോറിയോഗ്രാഫി ചെയ്ത ഫൈറ്റൊന്നും ഞാൻ വളരെ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിലൊരു സീനിൽ അല്ലെങ്കിൽ ഞാൻ മറ്റേ പത്മിനിയുടെ കാര്യം ചോദിക്കാൻ പറഞ്ഞു. പത്മിനി ടീം അതൊക്കെ എങ്ങനെയുണ്ട് ആ ഒരു ലൈഫ്? കോവിഡ് സമയം ഒരു വല്ലാത്ത ടൈം ആയിരുന്നില്ലേ? പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഒരു വല്ലാത്ത വളർച്ചയ്ക്ക് ഇടയാക്കിയത് കോവിഡ് സമയമല്ലേ? ഊർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അല്ല, ഒരു സൈഡിൽ നമുക്ക് ഭയങ്കര വിഷമമാണ് കോവിഡ്. നേരെ ആ കോവിഡ് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ പേർക്ക് ഭയങ്കര സന്തോഷവും കുറെ ഹൈപ്പും തന്നൊരു ടൈമും കൂടെ ആയിരുന്നു കോവിഡ് കാലഘട്ടം. സത്യം പറഞ്ഞാൽ കോവിഡ് സമയത്ത് വീട്ടിൽ ഇരുന്നിട്ടില്ല. കാര്യം നമ്മുടെ ഈ അവയർനെസ് വീഡിയോസ് ആയിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസ് ഒരുപാട് അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഇരുന്നിട്ടില്ല, പലപ്പോഴും വീട്ടിൽ ഇരുന്നിട്ടില്ല. അതിന്റെ കൺസെപ്റ്റ് ആയിരുന്നു അങ്ങനത്തെ ചിന്ത ആദ്യം വന്നത്? നമ്മുടെ ഡയറക്ടർ അനൂപ് ബാഹുലേൻ ആണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ പത്മിനി ഇങ്ങനൊരു ടീം ഫോം ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യാന്നുള്ളതിൽ ആദ്യം 2-3 ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും അധികം പേര് കണ്ടിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഈ കോവിഡ് സമയത്ത് ചെയ്ത ക്യാപ്സ്യൂൾ വീഡിയോസ് ആണ് പെട്ടെന്ന് കയറി. ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഞങ്ങളെ വീഡിയോ ഞങ്ങൾക്ക് ആളുകൾ വീട്ടിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. അതായത് ഈ പുതിയ കണ്ടന്റ് എന്ന് പറയുന്നത് മീഡിയക്ക് ഇല്ലല്ലോ, ന്യൂസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു കണ്ടന്റ് വരുന്നില്ല. ഇപ്പൊ TV പ്രോഗ്രാമുകളില്ല, യൂട്യൂബിൽ വേറൊന്നും വരുന്നില്ല. ആ സമയത്ത് ഫ്രഷ് കണ്ടന്റ് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് നമ്മളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫ്രഷ് കണ്ടന്റ് കുറച്ച് ആൾക്കാരെ തേടിപ്പോയി. ആ കൂട്ടത്തിൽ അങ്ങനെ ദൈവാധീനം കൊണ്ടൊക്കെ അങ്ങനെ അങ്ങ് പോയി. ഇനി പത്മിനിയുടെ ഞങ്ങളുടെ ടീമിന്റെ ഒരു സിനിമയാണ് ഞങ്ങളുടെ ആലോചന. അതിന്റെ ആലോചന നടക്കുന്നുണ്ട്. ആണോ? ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തിയോ? എന്ന് പറയാൻ പറ്റില്ല. അത് പറയേണ്ട സമയത്ത് പറയുന്നതായിരിക്കും നല്ലത്. കുട്ടി ഉണ്ടാവും? പത്മിനി ടീം എല്ലാവരും ഉണ്ടാവും. പ്രീമിയർ പത്മിനിയിൽ അഭിനയിച്ച എല്ലാവരും നമ്മൾ സിനിമ ഫുൾ സംഘാംഗങ്ങൾ കോണ്ടാക്ട് അല്ലേ? പിന്നെ ഇപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ട്. ഞങ്ങളെ ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്, ഞങ്ങളുടെ ചർച്ചകളുണ്ട്. പിന്നെ പത്മിനി വീണ്ടും ഒരു ഗ്യാപ്പ് വന്നല്ലോ ഇപ്പൊ, അപ്പൊ വീണ്ടും ചെയ്യാനുള്ള പരിപാടിയൊക്കെ പ്ലാനിങ്ങിലാണ്. അത് കൊള്ളാം, പത്മിനി വീണ്ടും എത്തുകയാണ് അല്ലേ? അതെ. ഓക്കെ, അപ്പോ എന്താ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? മറ്റ് ക്രിക്കറ്റ് കളിക്കും. ഇപ്പൊ കുറച്ച് അതും ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓൾറൗണ്ടറാണ്. അപ്പൊ അത് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും കളിക്കാൻ പോണം. പിന്നെ ഞാൻ ഇടയ്ക്ക് ഈ ബ്രേക്കിന് സമയത്തൊക്കെ അത് എന്നെ എപ്പോഴും പറയുന്നത്. ഞാൻ ഈ വെറുതെ നിൽക്കുമ്പോഴും പിന്നെ ഞാൻ ഈ ടീഷർട്ടൊക്കെ ഇടുമ്പോഴേ എപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചു വയ്ക്കും. അത് ഞാൻ ഇങ്ങനെ പിടിച്ചു. അപ്പം ഇത് നോർമലി നമ്മൾ ഈ കളിക്കുമ്പം ഈ പിടി ഉണ്ടല്ലോ, അത് ഇതായിട്ട് എന്നെ പലരും കളിയാക്കും. ഒരുപാട് ഇടാടാ ഇങ്ങനെ പിടിച്ച് മാറ്റിയിടും. ഞാൻ വെറുതെ ഒക്കെ നിൽക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെക്കുമ്പോ. ഓക്കെ, അപ്പൊ അഖിലെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയി. അപ്പൊ ഒരുപാട് സന്തോഷം. പോവല്ലേ ഞങ്ങൾ വേണേ നിൽക്കാം. പിള്ളേർ വൈൻഡപ്പ് ചെയ്യണ്ട, നമുക്ക് മോർണിംഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഓക്കെ, അപ്പം സന്തോഷം. ഈ കുട്ടി അഖിൽ ഒരു വലിയ അമണ്ടൻ അഖിലായി മാറട്ടെ. യമണ്ടൻ ഞങ്ങളുടെ അവിടെ അമണ്ടൻ എന്ന് പറയാം. ആണോ? അപ്പൊ യമണ്ടൻ അഖിലായി മാറട്ടെ. അപ്പോൾ തന്നെ ഈ കുട്ടിത്തരൊക്കെ നിലനിർത്തിക്കൊണ്ട് രസകരമായി തന്നെ അടിച്ചു പൊളിച്ചു പോകുന്നു തോന്നില്ല. ഞാൻ കുറച്ച് സീരിയസ് ആവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കില്ല. അതാണല്ലോ ഹൈലൈറ്റ്. ആ സരസമായിട്ട് ലൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ഭംഗി. അതുകൊണ്ടാണല്ലോ അപ്പൊ ഞങ്ങൾ തേടി വന്നത് അല്ലേ?
അപ്പൊ ഇത്രയും എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അല്ലേ? താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടോ? ആരോടല്ല, ആദ്യം ന്യൂസ് 18 വലിയൊരു താങ്ക്സ്. ഞാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്. രാവിലെ ഉറക്കം വേണ്ടിയിട്ടൊക്കെ ഉറക്കം വേണ്ടിയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉറക്കം വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് എനിക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ചിലപ്പോൾ സംസാരിക്കും, ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ഞാൻ സംസാരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ന്യൂസ് 18 വലിയ നന്ദി. എന്നെ നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ എന്നെ നിങ്ങളുടെ ഭാഗമാക്കിയതിന് ന്യൂസ് 18 ഒരുപാട് നന്ദി. എൽദോ ബ്രോയ്ക്ക് നന്ദി. അപ്പോൾ അടിപൊളിയായിരുന്നു. എൻ്റെ ലൈവ് എക്സ്പീരിയൻസ് വളരെ കുറവുള്ള ആളാണ് ഞാൻ, സ്റ്റേജ് ലൈവ് അല്ലാതെ. അപ്പൊ ഇതിങ്ങനെ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെ ലൈവ് പരിപാടി കൊണ്ടുപോയി വിളിക്കും. പിന്നെ എല്ലാവരും ടെലിവിഷനിലും ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. മാന്യനായി പെട്ടെന്ന് അല്ല, അത് ഞാൻ നോർമലി എപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. ആൾക്കാരിനി ബഹുമാന സൂചകം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ മുണ്ട്. അപ്പൊ അതുകൊണ്ടാ. അപ്പൊ ഇനിയിപ്പോ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവരും മലയാള സിനിമയ്ക്ക് നല്ല ഒരു കാലഘട്ടം ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയമായി. ഇപ്പൊ അല്ലേ ഇറങ്ങുന്ന സിനിമകളൊക്കെ അങ്ങനെ ഒന്നും മോശമാകുന്നില്ല, എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ 1-2 സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും പോയി കാണുക. മാർച്ച് 1 ആനന്ദപുരം ഡയറീസ് റിലീസാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുള്ള കുടുംബ ചിത്രമാണ്, ക്യാമ്പസ് ചിത്രമാണ്, തമാശപ്പടമാണ്, എല്ലാം ഉള്ളൊരു പടം. അപ്പൊ അത് സമയം കിട്ടുന്നവർ തിയേറ്ററുകളിൽ പോയി കാണുക. ഒരുപാട് സിനിമകളുണ്ട്, അതിൽ ചൂസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ആനന്ദപുരം ഡയറീസ് കാണുക. അപ്പൊ ഇനി മുന്നോട്ടെല്ലാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ സന്തോഷം. ഓക്കെ, എന്തായാലും മോർണിംഗ് വൈബ്സിന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല, കുട്ടിക്ക് ഇനിയും പറയാനുണ്ടായിരുന്നു. പക്ഷേ കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം. ഇനി മോർണിംഗ് വൈബ്സ് ഇനി വീണ്ടും നാളെ കാണാം. മറ്റൊരു വിശേഷം, മറ്റൊരു കാഴ്ച ഒക്കെ ആയിട്ട് വീണ്ടും നാളെ എത്തും. അതുവരെയും ബൈ ബൈ. താങ്ക് യു സോ മച്ച് കുട്ടിയെ. ഓക്കെ, താങ്ക് യു.